الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, ഉംദത്തുൽ അഹ്കാമിൽ കിതാബുസ് സല നിസ്കാരത്തിന്റെ വിധിവിലക്കുകൾ പ്രതിപാദിക്കുന്ന അധ്യായമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആരംഭിച്ചത്. അതിൽ 2 ഹദീസുകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. നമ്മൾ പറഞ്ഞു ഇതിൽ ആദ്യത്തെ ഉപാധ്യായമായി നമ്മൾ ആരംഭിച്ചത് ബാബുൽ മവാഖീത്താണ്. നിസ്കാരത്തിന്റെ സമയങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഹദീസുകൾ ഉൾക്കൊള്ളുന്ന അധ്യായമാണ്. നമുക്കറിയാം, നിസ്കാരത്തിന്റെ അത് സ്വീകാര്യമാകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നിബന്ധനകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതൊരു അമലിനും അതിൻ്റെതായ നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ പാലിച്ച് ചെയ്താൽ മാത്രമാണ് ആ അമൽ സ്വീകരിക്കപ്പെടുക. ഇവിടെ നിസ്കാരത്തിന്റെ നിബന്ധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിബന്ധനയാണ് അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിർവഹിക്കുന്നതിന് വേണ്ടി മറ്റു ചില നിബന്ധനകൾ പാലിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ആ സമയത്തെ മുന്തിച്ചുകൊണ്ട് മറ്റു നിബന്ധനകൾ മാറ്റിവെച്ചുകൊണ്ട് നിസ്കാരം നിർവഹിക്കപ്പെടണം. സമയത്തിന് അത്രയും വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ കിതാബുസ് സലയിൽ ആദ്യമായിട്ട് സമയവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി തരുന്ന ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നത്. അതിൽ ആദ്യത്തെ ഹദീസ് നമ്മൾ വായിച്ചത്, ഏറ്റവും അഫ്ളലായ അമൽ ഏതാണ് എന്ന് സഹാബി ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അസ്സലാത്തു അലാ വഖ്തിഹ, നിസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കുക. ഇതിനേക്കാളും മുന്തിയ ഒരു അമൽ ഒരാൾ ചെയ്യാനില്ല. അതോ ഈമാൻ സ്വീകരിച്ച ഒരു വ്യക്തി ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും മുന്തിയത് നിസ്കാരം അത് അതിന്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി നമ്മൾ വായിച്ച ഹദീസിൽ നമ്മൾ മനസ്സിലാക്കിയത് സുബഹിന്റെ സമയത്തെ കുറിച്ചിട്ടാണ്. സുബഹിന്റെ സമയം അത് ഏത് സമയമാണ് അഫ്ളലായിട്ടുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പൊതുവെ നിസ്കരിച്ച സമയം ഏതാണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ആ ഹദീസിൽ മനസ്സിലാക്കിയത്. നമ്മൾ മനസ്സിലാക്കിയത് ഗലസാണ്, അഥവാ ചെറിയൊരു പ്രകാശം മാത്രം വന്നു തുടങ്ങുന്ന കൂടുതൽ ഇരുട്ട് നിറഞ്ഞിട്ടുള്ള ഒരു സമയം. അവ സുബഹിയുടെ ആദ്യ സമയം തന്നെ നിസ്കരിക്കുക എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതിവായി ചെയ്തത് എന്ന ഹദീസിൽ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. യഥാർത്ഥത്തിലെ ഹദീസിന്റെ ലഫ്ദ് നമുക്ക് മനസ്സിലാക്കിയത് സ്ത്രീകൾ മസ്ജിദിലേക്ക് വരാറുണ്ടായിരുന്നു, എന്നാൽ ഗലസ് കാരണത്താൽ അവരെ തിരിച്ചറിയുമായിരുന്നില്ല എന്ന പദമാണ്. എന്നാൽ പണ്ഡിതന്മാർ ഇതിവിടെ ഉദ്ധരിച്ചത് അതിൽ നിന്നും അവർക്ക് സുബഹിയുടെ സമയം മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇനി മൂന്നാമത്തെ ഹദീസ് നമുക്ക് വായിക്കാം. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. عن جابر بن عبد الله رضي الله عنهما قال كان صلى الله عليه وسلم يصلي الظهر بالهاجرة والعصر والشمس نقية والمغرب إذا وجبت والعشاء أحيانا وأحيانا وإذا رآهم اجتمعوا عجل وإذا رآهم أبطأوا أخر والصبح كان النبي صلى الله عليه وسلم يصليها بغلس والصبح كان النبي صلى الله عليه وسلم يصليها بغلس. ഇതാണ് ഈ ഹദീസ്. ഈ ഹദീസ് 5 നേരത്തെ നിസ്കാരത്തിന്റെ സമയം നമുക്ക് വിവരിച്ചു തരുന്ന ഹദീസാണ്. അതിൽ പറയുന്നു, കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി അൽ-ളുഹ്റ ബിൽ ഹാജിറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ളുഹർ നിസ്കരിക്കും ബിൽ ഹാജിറ. ഹാജിറ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാജിറ എന്ന് പറയുന്നത് ഒരു സമയത്തെ കുറിക്കുന്നതാണ്. അഥവാ സൂര്യന്റെ പ്രകാശം, അത് സൂര്യന്റെ വെളിച്ചവും പ്രകാശവും ചൂടുമെല്ലാം അത് കടുക്കുന്ന ഒരു സമയം, ഉച്ചക്ക് ഉള്ള സമയത്തിനാണ് ഹാജിറ എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്താണ് ളുഹർ നിസ്കരിച്ചത് എന്നാണ്. വൽ അസ്റ വശംസു നഖിയത്തുൻ, അസ്ർ നിസ്കരിക്കുന്നത് സൂര്യൻ നല്ല നഖിയായിട്ട് നന്നായി പ്രകാശിക്കുന്ന ആ ഒരു സമയത്ത് തന്നെയായിരുന്നു. അഥവാ അസ്റും കൃത്യസമയത്ത് വൈകാതെ നിസ്കരിച്ചിരുന്നു എന്നർത്ഥം. വൽ മഗ്രിബ ഇദാ വജബത്, മഗ്രിബ് സൂര്യൻ അസ്തമിച്ച ഉടനെ. വൽ ഇശാ അഹ്യാനൻ വ അഹ്യാനൻ വ ഇദാ റആഹു മുജ്തമഉ അജ്ജൽ, ഇശാ അത് എല്ലാപ്പോഴും ഒരുപോലെ ആയിരുന്നില്ല നിസ്കരിച്ചത്. ഇദാ ഇജ്തമഉ ഇദാ റആഹു മുജ്തമഉ, സഹാബത്തും ആളുകളും എല്ലാം നിസ്കരിക്കുന്ന ആളുകളെല്ലാം വേഗം മസ്ജിദിൽ ഒരുമിച്ച് കൂടി എന്ന് കണ്ടാൽ അജ്ജൽ, പെട്ടെന്ന് തന്നെ ഇശാ നിർവഹിക്കും. വഇദാ റആഹും അബ്തഉ അഖർ, അങ്ങനെ എല്ലാവരും എത്തിയത് കാണുന്നില്ല, മസ്ജിദിൽ ആളുകൾ കുറവാണ് എങ്കിൽ അത് പിന്തിപ്പിക്കും.
വസ്സുബ്ഹു കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലിഹ ബിഗലസ്. സുബ്ഹ് അത് ഗലസിന്റെ സമയത്ത്, നമ്മൾ കഴിഞ്ഞ ഹദീസിൽ മനസ്സിലാക്കിയതുപോലെ തന്നെ ആ ഇരുട്ട് നിറഞ്ഞ സമയത്താണ് ചെയ്യുക എന്നാണ്. ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിസ്കാരത്തിന്റെ സമയങ്ങളെ കുറിച്ചിട്ടാണ്. നിസ്കാരത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സമയം നിർണയിച്ചിരിക്കുന്നു. ആ സമയമെല്ലാം തന്നെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അതെല്ലാം മവാഖീതു ശംസിയ, സൂര്യന്റെ സമയവുമായി ബന്ധപ്പെട്ടിട്ടാണ് മുഴുവൻ സമയങ്ങളും. ചന്ദ്രന്റെ സമയവുമായി ബന്ധപ്പെട്ടിട്ടല്ല. നിസ്കാരത്തിൻ്റെത് മുഴുവൻ സൂര്യന്റെ സമയവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അഥവാ ആദ്യം ഉണ്ടാകുന്നത് സൂര്യൻ ഉദിക്കുന്നത് മുമ്പ് തന്നെ ഉണ്ടാകുന്ന തുലൂഉൽ ഫജ്ർ, അപ്പോഴാണ് സുബഹിയുടെ സമയം ആരംഭിക്കുന്നത്. പിന്നീട് തുലൂഉ ശംസോടുകൂടി, സൂര്യൻ ഉദിക്കുന്നതോടുകൂടി സുബഹിയുടെ സമയം കഴിയുന്നു. പിന്നീട് സൂര്യൻ നട്ടുച്ച നേരെ തലയുടെ മുകളിൽ നിന്നും പടിഞ്ഞാറേക്ക് തെറ്റുന്ന സമയത്ത് ളുഹറിന്റെ സമയം ആരംഭിക്കുന്നു. പിന്നീട് നേലിന്റെ അളവ്, ആ നേരം നേല് വളരെ ചെറുതായിരിക്കും. നമ്മളൊരു വസ്തു വെച്ചു കഴിഞ്ഞാൽ അതിനൊരു നേലുണ്ടാകും. ആ നിഴൽ അത് അതിന്റെ അത്രയും അളവിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ളുഹറിന്റെ സമയം കഴിഞ്ഞു. ഇപ്പൊ 1 മീറ്റർ വസ്തു വെച്ചു കഴിഞ്ഞാൽ 1 മീറ്റർ നീളം വന്നു കഴിഞ്ഞാൽ അതിന്റെ അസറിന്റെ സമയം ആയി, അഥവാ ളുഹറിന്റെ സമയം കഴിഞ്ഞു. പിന്നീട് അസറിന്റെ സമയം അത് ആ നിഴൽ 2 ഇരട്ടിയാകുന്നത് വരെയാണ്. അതാണ് അതിന്റെ ആദ്യത്തെ സമയം. പിന്നീട് സൂര്യൻ അസ്തമിക്കുന്നത് വരെയുള്ള സമയം. അത് ചുരുക്കി പറഞ്ഞാൽ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നീട് മഗ്രിബിന്റെ സമയമായി. പിന്നീട് മഗ്രിബിന്റെ സമയം കഴിഞ്ഞാൽ ആകാശത്ത് അസ്തമയ ശോഭയുണ്ടാകും. ചുവന്ന അടയാളങ്ങൾ നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ചും തുറസായ സ്ഥലങ്ങളിലാണ് അത് കാണപ്പെടുക. അപ്പൊ അങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ മുഴുവൻ കാര്യങ്ങളും ഇതെല്ലാം മവാഖീതു ശംസിയാണ്, സൂര്യനുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണുള്ളത്. എന്നാൽ നമുക്കറിയാം ഹജ്ജ് അത് നിർവഹിക്കുന്നത്, റമളാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്, അതുപോലെ തന്നെ പെരുന്നാളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്, ഇതെല്ലാം ളുഹൂറുൽ ഹിലാലുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഹിലാൽ കാണുക എന്ന കാര്യമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇതിന്റെ സിറായിട്ട്, ഇതിന്റെ ഒരു രഹസ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂര്യനെയും ചന്ദ്രനെയും മുസ്ലിമീങ്ങളുടെ ഇബാദത്തുകളുടെ അതിന്റെ ഒരു മാർഗമായി വെച്ചതിന്റെ കാരണമായി പണ്ഡിതന്മാർ പറയുന്നത് അള്ളാഹുവിന്റെ വലിയ ദൃഷ്ടാന്തമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വമിൻ ആയാതിഹി അല്ലൈലു വന്നഹാർ വശംസു വൽ ഖമർ ലാ തസ്ജുദു ലിശംസി വലാ ലിൽഖമർ വസ്ജുദു ലില്ലാഹി അല്ലദീ ഖലഖഹുൻ. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് രാവും പകലും, അതുപോലെ തന്നെ സൂര്യനും ചന്ദ്രനും. ലാ തസ്ജുദു ലിശംസ്, അതിനാൽ നിങ്ങൾ സൂര്യനോ വലാ ലിൽ ഖമർ, അതുപോലെ ചന്ദ്രനോ നിങ്ങൾ സുജൂദ് ചെയ്യാൻ പാടില്ല. ആർക്കാണ് സുജൂദ് ചെയ്യേണ്ടത്? വസ്ജുദു ലില്ലാഹി അല്ലദീ ഖലഖഹുൻ, ഇവയെ പടച്ച റബ്ബിന് നിങ്ങൾ സുജൂദ് ചെയ്യുക. അപ്പൊ നമ്മൾ ആകാശഭൂമികൾക്കോ അതല്ലെങ്കിൽ ഈ പറയുന്ന സൂര്യനോ ചന്ദ്രനോ നമ്മൾ സുജൂദ് ചെയ്യുന്നില്ല. പക്ഷെ സൂര്യന്റെയും അതുപോലെ ചന്ദ്രന്റെയും എല്ലാം സമയം ഉപയോഗിച്ച് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നു. സൂര്യന്റെ വ്യത്യസ്ത സമയങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മൾ ആ ഇബാദത്തുകൾ തിട്ടപ്പെടുത്തുന്നു. എന്നാൽ സൂര്യൻ ഉദിക്കുന്ന സമയത്ത്, സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത്, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല? നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നുമില്ല. അഥവാ നമ്മൾ ഒരിക്കലും തന്നെ ആ സൂര്യനെ അല്ല ആരാധിക്കുന്നത് എന്ന രഹസ്യമായിരിക്കാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് സൂര്യനെ അത് കൃത്യമായി നമ്മൾ അവലംബിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. സൂര്യന്റെ സമയം അത് വളരെ കൃത്യമാണ്. നിസ്കാര സമയത്തിന് സൂര്യന്റെ സമയം അത് മാറുകയേയില്ല. 5 വർഷം മുമ്പ് ഇന്ന ദിവസത്ത് മഗ്രിബിന്റെ സമയം എത്രയാണെന്ന് നോക്കിയാൽ അതേപോലെ തന്നെ 5 വർഷത്തിന് ശേഷം ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് നിസ്കാരത്തിന്റെ സമയം അത് 100 വർഷത്തേക്കുള്ള ചാർട്ട് വരെ നമുക്ക് അടിച്ചു കിട്ടും. അത് ഇന്റർനെറ്റിൽ നോക്കിയാൽ നമുക്കത് കിട്ടും. കാരണം അത് കൃത്യമാണ്, അതിൽ യാതൊരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല. സൂര്യൻ ഉദിക്കുന്ന സമയം ഇന്നതാണെന്ന് പറഞ്ഞാൽ അത് ആ സമയത്ത് ഉദിച്ചിരിക്കും. യഥാർത്ഥത്തിൽ ഇവർ പറഞ്ഞതിനനുസരിച്ചിട്ട് ഉദിക്കുന്നതല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനങ്ങനെ കൃത്യമായി സഞ്ചാരപഥത്തിലൂടെ സഞ്ചരിപ്പിക്കുന്നു. അതുകൊണ്ട് അത് തെറ്റുകയില്ല. അതുകൊണ്ട് നിർണ്ണയിക്കുന്ന ഒരു വ്യക്തിക്ക് അത് നിർണ്ണയിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് മാറിപ്പോകുന്ന പ്രശ്നമില്ല. ഇപ്പൊ ട്രെയിൻ ഇത്ര മണിക്കാണ് വരുന്നത് എന്ന് ഇവർ നിർണ്ണയിച്ചാലും അത് തെറ്റും. കാരണം മനുഷ്യന്റെ കയ്യിലാണ് അതുള്ളത്. 6:23 വരേണ്ട ട്രെയിൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 7 മണിക്കായിരിക്കും വരിക, തെറ്റിയിട്ടൊക്കെ വരും. എന്നാൽ ഇതെന്തുകൊണ്ടാണ് കൃത്യമായി പറയാൻ പറ്റുന്നത്? അസ്തമിക്കുന്നത് ഇത്ര മിനിറ്റിനാണ്, ഇത്ര സെക്കൻഡിനാണെന്നൊക്കെ പറയാൻ പറ്റുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയും കൃത്യമായിട്ടാണ് അതിനെ സഞ്ചരിപ്പിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് അത്രയും മുൻലബിത്തായിട്ടുള്ള കൃത്യമായിട്ട് കണക്ക് തരുന്ന കാര്യമാണ് സൂര്യൻ എന്നുള്ളത്. അതുകൊണ്ട് അതിനെ അവലംബിക്കുന്നത് അതുകൊണ്ടാണ്. എന്നാൽ നമുക്ക് ചന്ദ്രൻ അങ്ങനെയല്ല. ചന്ദ്രൻ അത് ഉദിക്കുമെന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ ഉദിച്ചുകൊള്ളണമെന്നില്ല, ഉദിച്ചാൽ തന്നെ ചിലപ്പോൾ അത് കണ്ടുകൊള്ളണമെന്നില്ല. ഒരു ചെറിയൊരു മേഘം വന്നാൽ ചന്ദ്രൻ മൂടിപ്പോകും, അതിനെ കാണാൻ സാധിക്കുകയില്ല. അല്ലെങ്കിൽ ശക്തമായ പൊടികൾ ഉണ്ടായാൽ അത് മൂടിപ്പോകും. ചന്ദ്രൻ അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ വ്യക്തമായ റുഇയത്ത് ഉണ്ടായാൽ മാത്രം, കണ്ണുകൊണ്ട് കണ്ടാൽ മാത്രം അതിന്റെ പരിഗണിച്ചാൽ മതി. അള്ളാഹു എളുപ്പമാക്കി നൽകിയിരിക്കുകയാണ്. കണ്ണുകൊണ്ട് കണ്ടാൽ നമ്മൾ റമളാനിലേക്ക് പ്രവേശിക്കും, കണ്ണുകൊണ്ട് കണ്ടാൽ നമ്മൾ റമളാനിൽ നിന്നും പോകും. അതല്ലെങ്കിൽ മാസം കണക്കാക്കിയിട്ട് നമ്മൾ ശവ്വാലിലേക്ക് പ്രവേശിക്കും. എല്ലാ കാര്യവും അങ്ങനെ എളുപ്പത്തിലാണ് ആക്കിയിട്ടുള്ളത്.
എന്നാൽ ഈ സൂര്യന്റെ കാര്യം അത് വളരെ കൃത്യമായത് കാരണത്താൽ അത് നമുക്ക് നമ്മുടെ നിസ്കാരത്തിന്റെ സമയത്ത് അത് നമുക്ക് അവലംബിക്കാവുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. അത്രയും കൃത്യമാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം 4 വർഷം കഴിയുന്ന സമയത്ത് ഇതിന്റെ കൃത്യമായി കണക്കൂട്ടുന്ന സമയത്ത് ഒരു ദിവസം അത് കൂടും, ഒരു ദിവസം കൂടും. അതുകൊണ്ടാണ് 4 വർഷത്തിൽ അവർ ഒരു ദിവസം ആഡ് ചെയ്യാറുണ്ട്. 4 വർഷം കഴിയുമ്പോൾ ഫെബ്രുവരിക്ക് 28 വെച്ചത് 29 ആക്കും. അപ്പൊ അത്രയും കൃത്യമായിട്ട് സൂര്യന്റെ കണക്ക് അങ്ങനെ അവർക്ക് കണിശമായി മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ ആ രൂപത്തിൽ പടച്ചതിനെ അതിങ്ങനെ സഞ്ചരിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് നിസ്കാരത്തിന്റെ സമയം മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഒരാൾക്ക് നിസ്കാരത്തിന്റെ സമയം മനസ്സിലാക്കാൻ പണ്ഡിതന്മാർ പറയുന്നു അയാൾക്ക് 4 മർത്തബകളിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അത് 4 സ്റ്റെപ്പുകളാണ്. അതിൽ ഒന്നാമത്തേതാണ് ആദ്യം അവലംബിക്കേണ്ടത്. അതിന് സാധിച്ചിട്ടില്ലെങ്കിൽ അങ്ങനെ, അഥവാ അതാണ് അതിന്റെ തർത്തീബ് കൊടുക്കേണ്ടത്. ഏതെങ്കിലും തമ്മിൽ ഒരു വൈരുദ്ധ്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ തർത്തീബ് കൊടുക്കേണ്ടത് അതാണ്. ഉദാഹരണ സഹിതം പിന്നീട് പറയാം. ഒന്നാമതായി പണ്ഡിതന്മാർ പറയുന്ന ഒന്നാമത്തെ ഏറ്റവും വലിയ അലാമത്ത് എന്ന് പറയുന്നത് അൻ യറാഹു ബിഐനിഹി, ഒരാൾ തന്റെ കണ്ണുകൊണ്ട് ഇത് കാണുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയ അടയാളം. സൂര്യൻ ഉദിക്കുന്നത് അത് കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുക സുബഹിന്റെ സമയം കഴിഞ്ഞു. അതല്ലെങ്കിൽ സൂര്യൻ അസ്തമിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ അത് സൂര്യന്റെ നമ്മളത് അസ്തമയം കഴിഞ്ഞു, മഗ്‌രിബിന്റെ സമയമായി എന്നൊരാൾ കണ്ണുകൊണ്ട് തന്നെ മനസ്സിലാക്കുക. ഇതാണ് ഒന്നാമത്തെ അടയാളമായി പറയുന്നത്. ഓരോ വ്യക്തിയും അത് കണ്ണുകൊണ്ട് കാണുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇദാ ഗറബത്തി ശംസു അഫ്തറ സായിം, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ നോമ്പുകാരൻ നോമ്പ് തുറക്കട്ടെ എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അഥവാ നമ്മൾ കണ്ണുകൊണ്ട് കാണുക എന്നുള്ള മർത്തബ, അതാണ് ഒന്നാമത്തേത്. രണ്ടാമതായി പണ്ഡിതന്മാർ പറയുന്നു അൻ യുഖ്ബിറ അസ്സിഖ, ഒരു വിശ്വസ്തനായ ഒരാൾ അത് കണ്ടിട്ട് അറിയിച്ചാലും മതി. ഒരു മുസ്ലിം വിശ്വസ്തനാണ്, അവൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് സൂര്യൻ അസ്തമിച്ചു, ബാങ്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ബാങ്ക് കൊടുക്കാം, അത് അവലംബിക്കാം. അത് രണ്ടാമത്തെ ഒരു കാര്യമാണ്. അതിനുള്ള തെളിവ് കാണാം. ഇന്ന ബിലാലൻ യുഅദ്ദിനു ബിലൈലിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ബിലാൽ രാത്രിയിലാണ് ബാങ്ക് കൊടുക്കുക. 2 ബാങ്ക് കൊടുക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അഥവാ സുബഹിക്ക് 2 ബാങ്കുണ്ട്, അത് സുന്നത്താണ്. ഒരു ബാങ്ക് അത് നമ്മൾ സാധാരണ കൊടുക്കുന്നതിന്റെ 1 മണിക്കൂറോ മറ്റോ ഒക്കെ മുമ്പാണ് ഒരു ബാങ്ക് ഉണ്ടാവുക. ഇന്നും 2 ഹറമുകളിലുമൊക്കെ ആ ബാങ്ക് ഉണ്ട്, അത് സുന്നത്താണ്. ഇന്ന ബിലാലൻ യുഅദ്ദിനു ബിലൈലിൻ, ബിലാൽ രാത്രിയിലാണ് ബാങ്ക് കൊടുക്കുക. ഫകുലു വഷ്റബു, ആ സമയത്തൊക്കെ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാം, കാരണം അതോടുകൂടി സുബഹിന്റെ സമയമായിട്ടില്ല. ഫകുലു വഷ്റബു, നിങ്ങൾ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്യുക. ഹത്താ യുഅദ്ദിന ഇബ്നു ഉമ്മി മക്തൂം, ഇബ്നു ഉമ്മി മക്തൂം അദ്ദേഹം ബാങ്ക് കൊടുക്കുന്നത് വരെ നിങ്ങൾ ഭക്ഷിക്കുകയും അതുപോലെ കുടിക്കുകയൊക്കെ ചെയ്തോളൂ. അപ്പോഴാണ് സുബഹിയുടെ സമയമാകുന്നത്, അഥവാ നോമ്പ് ആരംഭിക്കുന്നത് അപ്പോഴാണ് എന്നാണ്. ഇബ്നു ഉമ്മി മക്തൂം നമുക്കറിയാം, അദ്ദേഹം കണ്ണ് കാണാത്ത സഹാബിയാണ്. അദ്ദേഹത്തിനോട് ആളുകൾ അസ്ബഹത്ത് അസ്ബഹത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അസ്ബഹത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് അദ്ദേഹം എന്ത് ചെയ്യുക, സുബഹിയുടെ സമയമായി എന്ന് അറിയിച്ചാലാണ് അദ്ദേഹം ബാങ്ക് കൊടുക്കുക. അപ്പൊ അദ്ദേഹം അങ്ങനെ ഒരാളെ അറിയിച്ചിട്ടാണ് ബാങ്ക് കൊടുത്തിരുന്നത്. അതാണ് അതിന്റെ രണ്ടാമത്തെ മർത്തബയായി പറയുന്നത്. മൂന്നാമതായി നമുക്ക് അവലംബിക്കാവുന്നതാണ് അന്നഹു യുംകിനു മഅരിഫതുഹാ ബിൽ ഹിസാബ്, കണക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നിസ്കാരത്തിന്റെ സമയങ്ങൾ നിർണയിക്കാം. കാരണം സൂര്യന്റെ സമയം അത് വളരെ ദഖീഖായിട്ടാണുള്ളത്, അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അത് അങ്ങനെ തന്നെയാണ്. എത്ര നമ്മൾ പറഞ്ഞതുപോലെ 20 വർഷം അപ്പുറത്തേക്ക് നമ്മൾ ജനുവരി എന്നൊരു ഡേറ്റ് എടുത്ത് നോക്കിയാൽ അത് 20 വർഷം ഇപ്പുറത്തും അങ്ങനെ തന്നെയാണ്. അത് കൃത്യമായി അതിന്റെ ഓരോ ക്ലൈമറ്റിനനുസരിച്ച് എങ്ങനെയാണ് എല്ലാം ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അതിന്റെ മാറ്റവും മറ്റുമൊക്കെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അത് പൂർണ്ണമായി അവലംബിക്കാവുന്നതാണ് നിസ്കാരത്തിന്, അത് തെറ്റില്ല, അത് കൃത്യമാണ്. ഇന്നും പരിശോധിച്ചതിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ കണ്ടിട്ടുണ്ട്. അഥവാ ഇവിടെ മഗ്‌രിബിന്റെ സമയം 6:38 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് കടപ്പുറത്തേക്ക് പോയി നോക്കിയാൽ കൃത്യമായി കാണാൻ പറ്റും ആ സൂര്യന്റെ അവസാനത്തെ ഗോളം അത് മാഞ്ഞു പോകുന്നത്. അപ്പോഴാണ് അത് പൂർണ്ണമായി അസ്തമിക്കുന്നത്. അത് മാഞ്ഞു പോകുന്നത് കൃത്യമാണ്. വളരെ ചെറിയ ഒരു സെക്കൻഡിന്റെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഉണ്ട് എന്നല്ലാതെ അത്രയും കൃത്യമാണ്. അഥവാ എങ്ങനെയാണ് അവർക്ക് അത് കണക്കാക്കാൻ പറ്റുന്നത്? സൂര്യൻ അത്രയും കൃത്യമായിട്ടാണ് ഉള്ളത്. അതുകൊണ്ട് ചില ആളുകൾ വസ്വാസ് ഉണ്ടാക്കുന്നത് പോലെ അങ്ങനെ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ മഗ്‌രിബ് അത് 2-3 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് അത് നോമ്പ് ഉറക്കാവൂ, അല്ലെങ്കിൽ അല്ലാതെ നോമ്പ് ഉറക്കുന്ന ഈ സമയം നോക്കി നോമ്പ് ഉറക്കുന്ന ആളുകളുടെ നോമ്പ് ബാത്തിലാണ് എന്ന് പറയുന്നത് അത് വളരെ തെറ്റാണ്. നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ഈ സമയവുമായി നമ്മൾ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ സൂര്യൻ കൃത്യമായി അസ്തമിക്കുന്നത് നമുക്ക് കാണാൻ അത് സാധിക്കുന്നത് തന്നെയാണ്. അപ്പൊ ആ രൂപത്തിൽ അത് അവലംബിക്കാം, അത് തെറ്റില്ല. നാലാമത്തെ കാര്യം അയ്യുഖ്ബിറകും റുൻ അനിൽ ഹിസാബ്, ഈ കണക്കിനെ കുറിച്ച് ഒരാൾ അറിയിക്കുക. അയാൾ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ ഈ കണക്കിനെ കുറിച്ച് അറിയിക്കുക. അതാണ് നമ്മൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ കണക്ക് എന്ന് പറയുന്നത് അത് നമുക്ക് അതിങ്ങനെ അറിയിച്ചു നൽകുകയാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു വഴി അത് അറിയിച്ച് നൽകുകയാണ്. അപ്പൊ ഈ രൂപത്തിലെല്ലാം നമുക്ക് ഉപയോഗിക്കാം. അപ്പൊ എന്തിനാണ് ഇങ്ങനെ 4 മർത്തബകൾ ഉണ്ട് എന്ന് പറഞ്ഞത്? കാരണം ചില സമയത്ത് ചില വൈരുദ്ധ്യം ഉണ്ടാവും. എങ്ങനെ? ഒരു വ്യക്തി നമ്മൾ ഏതെങ്കിലും ഒരു കണക്ക് നമ്മുടെ കയ്യിൽ കിട്ടി, ചിലപ്പോൾ ആ കണക്ക് തെറ്റാവും. ആ കണക്ക് എഴുതിയ ആൾ പ്രിന്റിംഗ് മിസ്റ്റേക്കോ മറ്റോ ആണ്. അപ്പൊ നമ്മൾ കാണുന്ന സമയത്ത് ഈ കണക്കിന്റെ സമയത്ത് ബാങ്കിന്റെ സമയമായി, പക്ഷെ സൂര്യനെ നമ്മൾ അവിടെ കാണുകയാണ്. അപ്പൊ ആ കണ്ണിനെയാണ് നമ്മൾ അവലംബിക്കേണ്ടത്. നമ്മളത് കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ആ മർത്തബയാണ് എടുക്കേണ്ടത്. അതല്ലാതെ ഇതിലുള്ള സമയമായി എന്ന് വിചാരിച്ച് നോമ്പ് ഓർക്കേണ്ടതില്ല, അല്ലെങ്കിൽ ആ രൂപത്തിൽ നിസ്കാരത്തിന്റെ സമയത്തിലേക്ക് പ്രവേശിക്കേണ്ടതില്ല. കാരണം എന്താണ്? അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കണ്ടുകൊണ്ടിരിക്കുന്ന അതിനെയാണ് നമ്മൾ അവലംബിക്കേണ്ടത്.
ഇനി അതല്ല കണ്ട ഒരാൾ നമ്മളോട് പറയുന്നു ഇതവ കണ്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞതാണ് എടുക്കേണ്ടത്. കാരണം ഈ ഹിസാബ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ദർജയിലേക്ക് വരുന്നുള്ളൂ. അപ്പൊ അയാൾ പറഞ്ഞത് നമ്മൾ സ്വീകരിക്കുക എന്നതാണ്. അതുകൊണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ട ഒരാൾ അറിയിച്ചു കഴിഞ്ഞാൽ അതിനാണ് മുൻഗണന നൽകേണ്ടത് എന്നാണ്. ശരി, ഹദീസിന്റെ ലഫ്ലുകളിലേക്ക് നമുക്ക് നോക്കാം. കാന സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ളുഹ്റ ബിൽ ഹാജിറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹാജിറയിലാണ് ളുഹർ നിസ്കരിച്ചത് എന്നാണ്. അഥവാ ഫിൽ ഹാജിറ, ഹാജിറയുടെ സമയത്ത്. അഥവാ ഹാജിറ എന്ന് പറഞ്ഞാൽ ഹിയ ഇഷ്തിദാദുൽ ഹർ, നല്ല ചൂട് കഠിനമാകുന്ന സമയം. അഥവാ അവ്വലു വക്താണത്. അത് സൂര്യൻ ചൂട് ഇങ്ങനെ കഠിനമായി പിന്നീട് അത് കുറഞ്ഞിട്ടാണ് വരിക. നട്ടുച്ചക്കാണ് ഏറ്റവും കൂടുതൽ ചൂടുണ്ടാവുക. ഇതിങ്ങനെ കൂടി 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 നട്ടുച്ചയാകുമ്പോൾ നല്ല ചൂടാവും. പിന്നീട് അത് അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് അസറിന്റെ സമയത്തേക്ക് ചൂട് അങ്ങനെ കുറഞ്ഞു പോകും. അപ്പൊ അതിന്റെ ആദ്യ സമയത്ത് നിസ്കരിച്ചു എന്ന് ഈ ഹദീസിൽ മനസ്സിലാക്കാൻ പറ്റും. ളുഹർ അത് അസർ വരെ സമയമുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ആദ്യ സമയത്ത് നിസ്കരിച്ചു. ഇതാണ് ഭൂരിഭാഗം സമയത്തും അങ്ങനെ തന്നെയാണ്. എന്നാൽ എപ്പോഴാണ് അല്പം പിന്തിപ്പിച്ചത്? എപ്പോഴാണ്? കഠിനമായ ചൂട് വരുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇദ്സ്തദ്ദൽ ഹർ അബ്രിദു ബിസലാത്തുൽ ളുഹർ, നിങ്ങൾ ചൂട് കഠിനമായാൽ ളുഹർ നിസ്കാരത്തെ തണുപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ അത് അസറിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയിട്ട് അപ്പം നിസ്കരിച്ചാൽ മതി. അപ്പൊ അസർ 4 മണിക്കാണെങ്കിൽ ഒരു 3:30 3 മണിക്കോ ആ ഒരു സമയത്ത് കൊണ്ടുപോയി നിസ്കരിച്ചാൽ മതി. അപ്പോ ചൂട് കുറഞ്ഞാൽ. അത് അന്ന് കാലഘട്ടത്തിൽ നമുക്കറിയാം ഇന്നത്തെ പോലെ AC കാറുകളോ വരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ AC മസ്ജിദുകളോ അല്ലെങ്കിൽ നല്ല ഫാനുകളോ അതൊന്നുമില്ല. അന്ന് കഠിനമായ ചൂടാണ്. ആ ചൂടിലാണ് അവർ നിസ്കരിക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് ഷറയിൽ വന്നൊരു എളുപ്പമാണത്. അങ്ങനെ കഠിനമായ ചൂട്, നിലത്ത് കാലു വെക്കാൻ പറ്റുന്നില്ല, പോകാൻ പറ്റുന്നില്ല, പ്രയാസമുണ്ടാകുന്ന സമയത്ത് അത് അല്പം പിന്തിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ ഭൂരിഭാഗ സമയത്തും അതിന്റെ ആദ്യ വക്തിലാണ് നിസ്കരിച്ചിരുന്നത്. ഇങ്ങനെ ചൂട് കഠിനമാകുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ അബ്രിദു ബിസലാത്തുൽ ളുഹർ, ളുഹർ നിസ്കാരം അല്പം തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് പിന്തിപ്പിക്കുക എന്നാണ്. അതാണ് ളുഹർ നിസ്കാരത്തിന്റെ സമയം എന്ന് പറയുന്നത്. വൽ അസ്റു വശംസു നഖിയ്യ, അസറിന്റെ സമയം അത് ഒരു അവസ്ഥ പറഞ്ഞു. വശംസു നഖിയ്യ, സൂര്യൻ നല്ല നഖിയായിട്ട് തന്നെ ഉണ്ടാകും. വേറെ ചില റിവായത്തിൽ വശംസു നഖിയ്യത്തുൻ ബൈളാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ അതിന്റെ നല്ല തിളങ്ങി നിൽക്കുന്ന സമയത്ത് തന്നെ. സൂര്യൻ അങ്ങനെയാണല്ലോ, ഒരു അസറിന്റെ സമയത്തൊക്കെ നല്ല വെളുത്ത രൂപത്തിൽ തന്നെ അത് ഉണ്ടാകും. പിന്നീട് അതൊരല്പം 4 മണിയിൽ നിന്നും ഒരു 5 മണി 5:30 പോകുമ്പോൾ അതിങ്ങനെ മഞ്ഞ നിറം പൂണ്ടതാകും. പിന്നീട് അത് കൂടി കൂടി വരും. മഗ്രിബിന്റെ സമയത്താകുമ്പോൾ അത് ചുവപ്പ്, കടുത്ത ചുവപ്പ് നിറത്തിലേക്ക് മാറും. അപ്പൊ അത് പൂർണ്ണമായി തിളങ്ങി നിൽക്കുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് അസർ നിസ്കരിച്ചത്. അത് നമ്മളൊക്കെ നിസ്കരിക്കുന്ന ഈ ഒരു സമയം അതാണ് കറക്റ്റായിട്ട് നിസ്കരിച്ചത്. അതിന്റെ ആദ്യ വക്ത് എന്ന് പറയുന്നത് അതാണ് എന്നാണ്. ശരി, വൽ മഗ്രിബു ഇദാ വജബത്ത്, മഗ്രിബ് എന്ന് പറഞ്ഞാൽ അതിന്റെ സമയം നിസ്കരിച്ചത് ഇദാ വജബത്ത്. ഇദാ വജബത്ത് എന്ന് പറഞ്ഞാൽ അത് ഇദാ ഗാബത്ത്, അത് സൂര്യൻ അസ്തമിച്ചാൽ എന്നാണ്. അപ്പൊ അസ്തമിക്കുന്ന സമയത്താണ്, അസ്തമിച്ച് കഴിഞ്ഞാലാണ് നമ്മൾ നിസ്കരിക്കേണ്ടത്. അഥവാ അവിടെ പൂർണ്ണമായ അതിന്റെ കുർസ്, അതിന്റെ ആ ഒരു വളയം അത് പൂർണ്ണമായി അത് പോകണം. അത് പൂർണ്ണമായി പോകണം. അതിന്റെ പ്രകാശമോ വെളിച്ചമോ ഉള്ളത് കൊണ്ട് അല്ല, അങ്ങനെ ഇരുട്ടാകണമെന്നൊന്നുമില്ല. സൂര്യൻ പൂർണ്ണമായി പോയാലും പ്രത്യേകിച്ചും അങ്ങനെയുള്ള കടപ്പുറം പോലെയുള്ള സ്ഥലത്ത് അവിടെ നല്ല വെളിച്ചം ഉണ്ടാവും. അല്ലെങ്കിൽ അങ്ങനെ ഉയർന്ന സ്ഥലത്തൊക്കെ നല്ല വെളിച്ചം ഉണ്ടാവും. വെളിച്ചം പ്രശ്നമല്ല. മറിച്ച് സൂര്യൻ നമ്മുടെ കണ്ണിൽ നിന്നും അത് പൂർണ്ണമായി അത് അസ്തമിച്ചു പോയാൽ ആ സമയത്ത് മഗ്രിബിന്റെ സമയമായി എന്ന് മനസ്സിലാക്കുക. ഇനി മഗ്രിബിന്റെ സമയത്തെക്കുറിച്ച് പണ്ഡിതന്മാർ പറയുന്നു, ശരിയായ അഭിപ്രായ പ്രകാരം മഗ്രിബിന്റെ സമയം അന്ന വഖ്തഹാ മുവസ്സഉൻ വലൈസ മുളയ്യിഖ്, അത് വിശാലമായ സമയം മഗ്രിബിനുണ്ട്. അഥവാ ഷാഫി മദ്ഹബിലൊക്കെ ചില മദ്ഹബിലൊക്കെ അങ്ങനെയാണ് അവർ മനസ്സിലാക്കിയത്. മഗ്രിബിന്റെ സമയം വളരെ കുറവാണെന്നാണ്. ഈ ഹദീസ് തന്നെയാണ് അവർ തെളിവ് പിടിച്ചിട്ടുള്ളത്. അതോ ഇദാ വജബത്ത് എന്ന് പറഞ്ഞാൽ അസ്തമിച്ചാൽ ഉടനെ എന്നാണ്. അപ്പൊ അസ്തമിച്ച ഉടനെയുള്ള ആ സമയം മാത്രമേ മഗ്രിബിനുള്ളൂ, അല്ലാതെ വിശാലമായ സമയമില്ല. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, മഗ്രിബ് ബാങ്ക് കൊടുത്താൽ സുന്നത്ത് പോലും നിസ്കരിക്കാറില്ല. ആ മദ്ഹബ് പിൻപറ്റുന്ന ആളുകൾ സുന്നത്ത് പോലും നിസ്കരിക്കാറില്ല. മറിച്ച് ബാങ്ക് കൊടുത്താൽ ഉടനെ വന്ന് ഇഖാമത്ത് കൊടുക്കും. ഇത് യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയാ, ഇങ്ങനെ ഒരു അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഫിഖഹിയായ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇത് ശരിയല്ല എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്തല്ല, ഇതൊരു ഖുറാഫത്തല്ല. ആളുകൾക്ക് ചില സമയത്ത് ഏതാണ് ഖുറാഫത്ത്, ഏതാണ് അവർ മദ്ഹബിന്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നത് എന്ന് തിരിച്ചറിയില്ല. അവിടെ എല്ലാം ഖുറാഫത്തായിട്ട് വിശ്വസിക്കും. ഇത് ചിലപ്പോൾ മദ്ഹബിന്റെ കിതാബുകളിൽ മുൻഗാമികളായ അറിയപ്പെടുന്ന ചിലപ്പോൾ അഹ്ലുസുന്നത്തിന്റെ തന്നെ ഫുഖഹാക്കളായ ആളുകൾ അവരുടെ ഗ്രന്ഥത്തിൽ കൊടുത്തതായിരിക്കും. മഗ്രിബിന് ആ സമയമുണ്ട് എന്ന് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അവർ മനസ്സിലാക്കിയതുകൊണ്ടാണ്. മഗ്രിബിന് അത്രേ സമയമുള്ളൂ. അത് ഈ ഇദാ വജബത്ത് എന്ന് പറയുന്ന ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞ സമയമേ മഗ്രിബിനുള്ളൂ. അതുകൊണ്ട് അതിന് സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കേണ്ടതില്ല. മഗ്രിബ് ബാങ്ക് കൊടുത്ത ഉടനെ ഇഖാമത്ത് കൊടുക്കുക, എന്നിട്ട് തുടങ്ങുക എന്നാണ് അവർ ആ രൂപത്തിൽ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ അവർ ചിലർ പറഞ്ഞു മഗ്രിബ് ബാങ്ക് തന്നെ എന്ത് ചെയ്യണം, കുറച്ച് സ്പീഡ് കൊടുക്കണം. മറ്റു ബാങ്ക് പോലെ അങ്ങനെ നീട്ടി കൊടുക്കരുത്. മഗ്രിബ് ബാങ്കും സ്പീഡ് കൊടുക്കണം, ഇഖാമത്തും സ്പീഡ് കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശരിയായ നമ്മൾ പറയുന്നു, ശരിയായ അഭിപ്രായം അതങ്ങനെയല്ല.
മഗ്രിബിന്റെ സമയം അത് കൃത്യമായി അസ്തമയ ശോഭ മറയുന്നത് വരെയാണ് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അത്രയും സമയമുണ്ട്. ഒരുപാട് സമയം, 1 മണിക്കൂറോളം അല്ലെങ്കിൽ അതിൽ 1 മണിക്കൂറും 10 മിനിറ്റോളം ഒക്കെ സമയം പണ്ഡിതന്മാർ കണക്കുകൂട്ടി പറയുന്നു. അത്രയുമുണ്ട്. അതുപോലെ തന്നെ മഗ്രിബിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ലിമൻ ഷാ, ഉദ്ദേശിക്കുന്ന ആളുകൾ നിസ്കരിച്ചുകൊള്ളട്ടെ. അതൊരു റവാത്തിബ് സുന്നത്തല്ല, പക്ഷെ അങ്ങനെ ഒരു സുന്നത്ത് അത് സ്ഥിരപ്പെട്ടതാണ്. അതുകൊണ്ട് അങ്ങനെ അതിനെതിരായി ചെയ്യുന്ന ആളുകൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിന് അല്പം സമയമുണ്ട് എന്ന് മനസ്സിലാക്കുക. എന്നാലും പണ്ഡിതന്മാർ പറയുന്നു, എന്നാലും മഗ്രിബിന്റെ സമയം അത് മുന്തിക്കൽ തന്നെയാണ് അഫ്ളൽ. ഓരോന്നിനും ഒരു അഫ്ളലിയത്ത് ഉണ്ട്. അപ്പൊ മഗ്രിബിന്റെ സമയവും അത് മുന്തിക്കൽ തന്നെയാണ്. ഏറ്റവും ആദ്യം തന്നെ നിസ്കരിക്കലാണ് അഫ്ളൽ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ് ചെയ്തത്. അവിടുന്ന് അങ്ങനെയാണ് ചെയ്തത്. അതങ്ങനെ വൈകിപ്പിച്ചിട്ടില്ല. സമയം ഇത്രയുണ്ട് എങ്കിലും അവിടുന്ന് സ്ഥിരമായി ചെയ്തു പോകുന്നത് അതിന്റെ ആദ്യ സമയത്ത് നിസ്കരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കാരണത്താൽ നമ്മൾ ഒന്നാമതായി പണ്ഡിതന്മാർ പറയുന്നു അതിന്റെ ആദ്യ സമയത്ത് തന്നെ നിസ്കരിക്കുക. രണ്ടാമത്തത് മുറാഅത്തൻ ലിൽ ഖിലാഫ്, ഒരു ഖിലാഫ് പരിഗണിച്ചുകൊണ്ട്, ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസമുള്ളതുകൊണ്ട് ഒരു വിഭാഗം നാട്ടിൽ അങ്ങനെ ഒരു മദ്ഹബ് ഉണ്ട് എന്ന് കണ്ടാൽ അവർക്ക് നമ്മുടെ പുറകിൽ നിസ്കരിക്കുകയേ ചെയ്യില്ല. കാരണം അവർ കരുതും ഇത് മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു, നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നിസ്കരിക്കുന്നതെന്ന് വിചാരിക്കുക. എന്നാലും ജായിസാണ്. ഒരാൾക്ക് ഇപ്പോൾ മഗ്രിബ് 6:38 7 മണിക്ക് നിസ്കാരം തുടങ്ങിയാലും സഹീഹാണ്, നിസ്കാരം ശരിയാകും. പക്ഷെ അങ്ങനെ ചെയ്യാതിരിക്കുക, പെട്ടെന്ന് തന്നെ പരമാവധി പെട്ടെന്ന് തന്നെ അത് ആരംഭിക്കുക എന്നുള്ളതാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതോടനുബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ചില ആളുകളുടെ വിചാരം മഗ്രിബിന്റെ സമയം അത് ഇശാ ബാങ്ക് വരെ ഉണ്ട് എന്നാണ്. പക്ഷേ നമ്മുടെ നാടുകളിലൊക്കെ ഏകദേശം സമയം ഇദ്ദേഹം പറയുന്നത് കണക്കൂട്ടി നോക്കുമ്പോൾ ഏതാണ്ട് കറക്റ്റാണ്. അത് ചില സ്ഥലത്തൊക്കെ അതിന്റെ ഇശായുടെ സമയം നമുക്ക് കാണാൻ സാധിക്കുന്നത് മഗ്രിബ് കഴിഞ്ഞ് ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ ഇശായുടെ സമയം വരുന്ന ചിലപ്പോൾ ചില സന്ദർഭങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടോ എന്ന് ഓർമ്മയില്ല. എന്നിരുന്നാലും ചില നാടുകളിലൊക്കെ അങ്ങനെ ഉണ്ട് എന്നാണ്. അപ്പോൾ അതിന്റെ അർത്ഥം ഇശാ ആ ടൈം വരെ, ഹിസാബിന്റെ ടൈം വരെ ആ സമയമുണ്ട് എന്നുള്ളതല്ല. ഇവിടെ നമുക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ മർത്തബകൾ ഓർമ്മ വരണം. അവിടെ ഒരാൾ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഇല ഗിയാബി ഷഫഖിൽ അഹ്മർ എന്നാണ് മഗ്രിബിന്റെ അവസാന സമയം, അതോ അസ്തമയ ശോഭ പൂർണ്ണമായി മായുന്നത് വരെ എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു തുറസായ സ്ഥലത്ത് നമ്മൾ അങ്ങനെ കണ്ടു നോക്കിയാൽ അസ്തമയ ശോഭ ഏകദേശം 1 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ 10 മിനിറ്റോ ഒക്കെ കഴിയുന്ന സമയത്ത് അത് പൂർണ്ണമായി മായുന്നതാണ്. ചിലപ്പോൾ ആ സമയത്ത് ഇശാ ബാങ്ക് കൊടുക്കുകയില്ല, കൊടുത്തിട്ടുണ്ടാവുകയില്ല. അങ്ങനെ അങ്ങനെയുള്ള ചില കണക്കിൽ അങ്ങനെയാണുള്ളത്. അപ്പോൾ ആ സമയം ഇശാ അതുവരെ ഉണ്ട് എന്ന് ധരിച്ചുകൊണ്ട് അങ്ങനെ വൈകിപ്പിക്കാൻ പാടില്ല എന്നാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് പ്രത്യേകിച്ചും എങ്ങനെ ഉദുറുള്ള ആളുകൾ, വീട്ടിൽ നിന്ന് നിസ്കരിക്കുന്ന ആളുകൾ, സ്ത്രീകൾ പോലെ ആളുകൾ ഇശാന്റെ സമയം അത്ര ഉണ്ടല്ലോ, അപ്പൊ അതിനെ തൊട്ടുമുമ്പായി നിസ്കരിച്ചാൽ മതി എന്ന് മഗ്രിബിന്റെ വിഷയത്തിൽ വിചാരിക്കരുത്. കാരണം പണ്ഡിതന്മാർ മഗ്രിബിന് അങ്ങനെ അല്പം സമയം ദൈർഘിപ്പിച്ചത് അത് ഒന്ന് മഗ്രിബ് ഇശാന്റെ സമയം അത്രയും ദൈർഘിപ്പിച്ചത് ഒന്ന് ഇശാ കുറച്ച് പിന്തിപ്പിക്കുക എന്നുള്ളത് സുന്നത്താണ്. അത് നന്നായി പിന്തിപ്പിക്കേണ്ടത്, അതിൽ കുറച്ച് സുന്നത്തെങ്കിലും ഇങ്ങനെ ലഭിക്കും എന്നൊക്കെയുള്ള കാരണത്താലാണ്. അതുകൊണ്ട് മഗ്രിബ് ഇശാന്റെ സമയം വരെ പിന്തിപ്പിക്കാൻ നിൽക്കേണ്ടതില്ല. മറിച്ച് അതിന് 1 മണിക്കൂറൊക്കെ, നമ്മളിപ്പോ നോക്കുന്ന സമയത്ത് ഏകദേശം 1 മണിക്കൂർ 10 മിനിറ്റൊക്കെ തന്നെയാണ് മഗ്രിബിന്റെയും ഇശാന്റെയും ഗ്യാപ്പ് കാണുന്നത്. എന്നാൽ അതല്ലാതെ 1.5 മണിക്കൂറൊക്കെ വരികയാണെങ്കിൽ, അങ്ങനെ നാടുകളിൽ ഉണ്ട് എങ്കിൽ അത്രയും വർദ്ധിപ്പിക്കാൻ പാടില്ല. മറിച്ച് 1 മണിക്കൂറൊക്കെ അതിന്റെ ഉള്ളിലുള്ള സമയത്ത് തന്നെ നമ്മൾ നിസ്കരിച്ചിരിക്കണം. അതാണ് അതിന്റെ ശരിയായ വക്ത് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അടുത്തതായി പറഞ്ഞത് ഇശാന്റെ സമയമാണ്. വൽ ഇശാ, അതോ യുസല്ലി അൽ ഇശാ, ഇശാ നിസ്കരിക്കും. അഹ്യാനൻ വ അഹ്യാനൻ ഇദാ റആഹും ഇജ്തമഉ അജ്ജൽ വ ഇദാ റആഹും അബ്തഉ അഖർ. അത് ഇങ്ങനെ മാറാറുണ്ട്. അഹ്യാനൻ എന്ന് പറഞ്ഞാൽ അഹ്യാനൻ മുബക്കിറൻ വ അഹ്യാനൻ മുതഅഖിറൻ. ചില സമയത്ത് നേരത്തെ നിസ്കരിക്കും, ചില സമയത്ത് വൈകിപ്പിച്ച് നിസ്കരിക്കും. അപ്പൊ രണ്ടും ഇശായുടെ കാര്യത്തിൽ ഉണ്ടാവാറുണ്ട് എന്നാണ്. എന്നാൽ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത്? ചില സമയത്ത് നേരത്തെ, ചില സമയത്ത് പിന്തിപ്പിക്കൽ. എങ്ങനെയാണ് ചെയ്തിരുന്നത്? ഇദാ റആഹും ഇജ്തമഉ, സഹാബത്തെല്ലാം നേരത്തെ തന്നെ മസ്ജിദിൽ എത്തി എന്ന് കണ്ടാൽ, ബാങ്ക് കൊടുത്തപ്പോൾ തന്നെ എത്തിയിട്ടുണ്ട് എങ്കിൽ അജ്ജൽ, പെട്ടെന്ന് തന്നെ നിസ്കരിക്കും. കാരണം ആളുകൾക്ക് അതാണ് നല്ലത്. വ ഇദാ റആഹും, ആരും ഇങ്ങനെ ബാങ്ക് കൊടുത്ത അവിടെ മസ്ജിദിലേക്ക് കണ്ടിട്ടില്ല എങ്കിൽ അബ്തഉ, അത് വൈകിപ്പിക്കും. വ ഇദാ റആഹും അബ്തഉ, അവർ വൈകി വന്നതായി കണ്ടാൽ അഖർ, അത് പിന്തിപ്പിക്കും. ഇവിടെ പണ്ഡിതന്മാർ ഈ ഹദീസിൽ നിന്നും തെളിവെടുത്തിട്ടുള്ള ഒരു കാര്യമാണ് ജനങ്ങളെ പരിഗണിക്കുക എന്നുള്ളത്. ഇത്തരം കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പരിഗണിച്ചു എന്നാണ്. അവർ നേരത്തെ വന്നാൽ പിന്നെ അവർ ഒരുപാട് നേരം കാത്തു നിർത്തിക്കാട് വേഗം നിസ്കരിച്ചു. അവർ വൈകുകയാണ് എങ്കിൽ അവർ വൈകി വന്നാലും അത് കുഴപ്പമില്ല, അത് ആ സമയത്തേക്ക് പിന്തിപ്പിച്ച് അങ്ങനെ നിന്നു എന്നുള്ളതാണ്. ഇത് അനുവദനീയമാണ്. അത് പണ്ഡിതന്മാർ ഇതിൽ നിന്നും തെളിവെടുത്തിട്ടുണ്ട്. ചില ഏരിയകളിൽ അത് പ്രത്യേകിച്ച് പരിഗണിക്കണം എന്നുള്ളത്. ഉദാഹരണത്തിന് ഇപ്പൊ ജുമാ തുടങ്ങുന്നൊക്കെ സമയത്ത് തൊട്ടടുത്ത് തന്നെ എന്തെങ്കിലും ഒരു ഓഫീസ് സ്ഥാപനങ്ങളോ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ചിലപ്പോൾ 1:30 തന്നെ അല്ലെങ്കിൽ 1:15 അല്ലെങ്കിൽ മറ്റൊക്കെ അവർക്ക് ആരംഭിക്കും.
അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ നേരത്തെ തന്നെ ളുഹറിന്റെ ആദ്യ സമയത്ത് തന്നെ തുടങ്ങി ആ സമയത്ത് തന്നെ നിർത്തി കൊടുക്കുക. അപ്പൊ ആളുകൾക്ക് അത്രയും ഉപകാരമാണ്. അല്ല, അവർ വേണമെങ്കിൽ നിസ്കരിച്ചോളട്ടെ, അവർക്ക് അതിനേക്കാളും വലുത് നിസ്കാരമല്ല അതിനേക്കാളും വലുത് എന്നും നമ്മൾ ആ സമയത്ത് പറഞ്ഞ ആളുകളെ ബുദ്ധിമുട്ടിക്കുകയല്ല. അത് നമുക്ക് അവസരമുണ്ട് എങ്കിൽ ആ ചെയ്തു കൊടുക്കുക. ഇപ്പൊ ചില സമയത്ത് അവർക്ക് ചിലപ്പോൾ സ്കൂൾ വിടുന്നത് 1 മണിക്കായിരിക്കും. ആ സമയത്ത് ശേഷം നമ്മൾ 1:05 1:10 അവിടെ നമ്മൾ ളുഹർ തുടങ്ങുകയാണെങ്കിൽ എല്ലാവരും ചിലപ്പോൾ ജമാഅത്തിനെത്തും. അല്ലെങ്കിൽ ആ രൂപത്തിൽ എന്തെങ്കിലും സ്ഥാപനങ്ങൾ തൊട്ടടുത്തുണ്ട് എന്ന് കരുതുക. അപ്പൊ നമ്മളൊരു 1:05 1:10 ളുഹർ ജമാഅത്ത് വെച്ചു കൊടുത്താൽ എല്ലാവരും ജമാഅത്തിലേക്ക് പങ്കെടുക്കും. അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അപ്പൊ നമ്മളങ്ങനെ ആ രൂപത്തിൽ ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആളുകളുടെ ആ ഒരു അഹ്വാല് പരിഗണിച്ചുകൊണ്ട് അങ്ങനെ മുന്തിപ്പിക്കുകയും പിന്തിക്കുകയും ചെയ്തതിൽ ആ ഒരു സുന്നത്തുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. അടുത്ത പറഞ്ഞത് സുബ്ഹിന്റെ കാര്യമാണ്. വസ്സുബ്ഹു കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലിഹാ ബിഗലസിൻ. സുബ്ഹി നിസ്കരിച്ചത് ഗലസിന്റെ സമയത്താണ്. അതാണ് ഇതിന്റെ യഥാർത്ഥത്തിൽ നമ്മൾ സുബ്ഹിയുടെ സമയമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. അതിന്റെ മഹല്ലു ഷാഹിദ്, ഈ ഒരു വിഷയം വരുന്നത് ഈ ഹദീസിന്റെ ഭാഗത്താണ്. സുബ്ഹിയുടെ സമയമാണ് നമ്മൾ തൊട്ടുമുമ്പും പറഞ്ഞത്. അപ്പൊ സുബ്ഹി നിസ്കരിച്ചത് ഗലസിലാണ് എന്ന് കാണാൻ സാധിക്കും. അഥവാ ഇഖ്തിലാത്തുൽ ഉൽമത്തി ബിന്നൂർ, ഇരുട്ടും വെളിച്ചവും അത് കൂടിക്കലർന്ന് ഇട്ടുള്ള ഒരു സമയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുബ്ഹി നിസ്കാരം അത് കഴിയുന്ന സമയം പരിശോധിച്ചു കഴിഞ്ഞാൽ 3 ഹദീസുകളിൽ വ്യത്യസ്ത രൂപത്തിൽ കാണാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ ഹദീസിൽ കണ്ടത് എന്താണ്? കഴിഞ്ഞ ഹദീസിൽ നമ്മൾ കണ്ടു സ്ത്രീകളെ അവർ തിരിച്ചറിയപ്പെടുമായിരുന്നില്ല ഗലസ് കാരണത്താൽ. ലാ യഅരിഫുഹുന്ന ബിഗലസ്, അത് ഗലസ് കാരണത്താൽ അവരെ തിരിച്ചറിയപ്പെടാമായിരുന്നില്ല, അവരെ ശരിക്കും കണ്ടാൽ മനസ്സിലാവുകയില്ല എന്ന അർത്ഥത്തിൽ നമ്മൾ കഴിഞ്ഞ ഹദീസിൽ മനസ്സിലാക്കുകയുണ്ടായി. അതാണ് ഒരു രീതി. എന്നാൽ അടുത്ത വരാൻ പോകുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും കാന യൻഫതിലു മിൻ സ്വലാത്തിൽ ഫജ്രി അവിൽ ഗദാത്ത് ഹീന യഅരിഫു റജുലു ജലീസഹു. അഥവാ തൊട്ടടുത്തുള്ള ഒരാൾക്ക് തന്റെ സഹോദരൻ നിസ്കരിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഒരാൾക്ക് അയാളുടെ തൊട്ടടുത്തുള്ള ഒരു വ്യക്തിയെ മനസ്സിലാകുന്ന ആ ഒരു സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം അവസാനിപ്പിച്ചത് എന്നാണ്. അപ്പൊ അന്ന് വെളിച്ചം മറ്റ് പ്രകാശ രീതിയൊന്നും അവിടെ ഇല്ല, പുറത്തും വെളിച്ചത്തിൽ അകത്തുമില്ല. അപ്പൊ നിസ്കരിച്ചു കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള ആളെ കാണാം. അപ്പൊ അങ്ങനെയാണ് ഈ ഹദീസിലുള്ളത്. മറ്റേതിലാണെങ്കിൽ സ്ത്രീകളെ കാണുമായിരുന്നില്ല എന്നാണുള്ളത്. ഒന്നാമത്തതിൽ സ്ത്രീകളെ കാണുമായിരുന്നില്ല, അപ്പൊ അത്രയും ഇരുട്ട് നിലനിന്നിരുന്നു. ഇവിടെ പറയുന്നു തൊട്ടടുത്തുള്ള ആളെ കാണാം എന്ന് പറയുന്നു. മൂന്നാമതൊരു ഹദീസിൽ അത് ഇമാം തിർമിദി അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിച്ച ഹദീസാണ്, ഹസനുൻ സഹീഹ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ പറയുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അസ്ഫിറു ബി സലാത്തി സുബ്ഹ്. സലാത്ത് സുബ്ഹ് നിങ്ങൾ അത് എപ്പോൾ ചെയ്യണം? വെളിച്ചം വന്നതിന് ശേഷം, അത് പ്രകാശം വന്നതിന് ശേഷം നിങ്ങൾ അതുവരെ നിസ്കരിക്കൂ എന്നിതിൽ ഉണ്ട്. അപ്പൊ പണ്ഡിതന്മാർ പറയുന്നു ഇതെങ്ങനെയാണ് ഇത് മൂന്നും ജംഅ് ചെയ്യുക? ഇപ്പൊ പണ്ഡിതന്മാർ 3 ഹദീസുകൾ കണ്ടാൽ ഏതെങ്കിലും ഒന്നും എടുത്ത് ബാക്കി തള്ളിക്കളയുക എന്നല്ല. 3 സഹീഹായാൽ അതിനെ ജംഅ് ചെയ്യുക, കൃത്യമായി അതിനെ ഒരുമിപ്പിക്കുക എന്നതാണ് അവർ ചെയ്യുക. ഇതിൽ അത് ജംഅ് ചെയ്യൽ വളരെ എളുപ്പമാണ്. ഒന്നാമത്തെ ഹദീസിൽ നമ്മൾ ആദ്യം കഴിഞ്ഞ ഹദീസിൽ സ്ത്രീകളെ കാണുമായിരുന്നില്ല എന്നാണുള്ളത്, അവരെ ഇരുട്ട് കാരണത്താൽ തിരിച്ചറിയപ്പെടുമായിരുന്നില്ല എന്നാണ്. രണ്ടാമത്തതിൽ ഒരാൾക്ക് തന്റെ അടുത്തുള്ള ജലീസിനെ, കൂടെ ഇരിക്കുന്ന ആളുടെ തിരിച്ചറിയാൻ പറ്റുമെന്നാണുള്ളത്. ഇത് രണ്ടും വ്യക്തമാണ്. കാരണം കൂടെ ഇരിക്കുന്ന ആൾ അടുത്താണ്, സ്ത്രീകൾ ഏറ്റവും പുറകിലാണ്, ഏറ്റവും ദൂരെയാണ് ഉണ്ടാവുക. അപ്പൊ അത്ര വെളിച്ചമാണുള്ളത്, കൂടെ ഇരിക്കുന്ന ആളെ കാണാൻ പറ്റും, സ്ത്രീകളെ കാണാൻ പറ്റുകയില്ല. അപ്പൊ ഈ 1ഉം 3ഉം നമുക്ക് പെട്ടെന്ന് തന്നെ, 1ഉം 2ഉം നമുക്ക് പെട്ടെന്ന് ജംഅ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. മൂന്നാമത്തത് പറഞ്ഞു അസ്ഫിറു എന്ന് പറഞ്ഞതിൽ അതിന്റെ അർത്ഥം ഇബ്ദഉ സ്വലാത്ത ബിഗലസിൻ വഖ്റുജു മിൻഹാ ഫീ ബദ്ഇൽ അസ്ഫാർ. ഈ ഗലസുള്ള അഥവാ ആദ്യത്തതിന്റെ അവസാനിക്കുന്ന ആ സമയത്ത് തുടങ്ങുക, നല്ല വെളിച്ചം വരുന്ന സമയത്ത് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. അത് പണ്ഡിതന്മാർ പറയുന്നു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാലത്തുൻ ഫിൽ ഖിറാഅ ആണ്, ഒരുപാട് നേരം ഓതണം, തുടക്കം മുതൽ എത്രയും നേരം ഓതണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, വെളിച്ചം വരുന്നത് വരെ. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഐ തഅക്കദു, നിങ്ങൾ ഉറപ്പിക്കണം സുബഹിന്റെ സമയമായി എന്നുള്ളത്. ലാ തുസല്ലു അൽ ഫജ്ർ ഇല്ലാ വഅൻതും മുതഅക്കിദൂന അന്നഹു ഖദ് ദഖല വഖ്തുഹാ, അതിന്റെ സമയത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം എന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്ഫിറു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസ്ഫിറു ബി സലാത്തി സുബ്ഹ്, അഥവാ വെളിച്ചം വരട്ടെ എന്ന് ഉദ്ദേശിക്കുന്നത് അതാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഹനഫി മദ്ഹബിലൊക്കെ അവർ സുബഹി സമയം കുറച്ച് വൈകിപ്പിക്കുന്നത്, അതിന്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലും നിസ്കരിച്ചത് ഗലസിലാണ്, ഇരുട്ടുള്ള സമയത്ത് തന്നെയാണ്, അഥവാ നമ്മളൊക്കെ പിൻപറ്റി പോരുന്ന ആ ഒരു സമയത്ത് തന്നെയാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ അർത്ഥം കേവലം അത് ദൈർഘിപ്പിച്ച് ഓതണമെന്നും, അതുപോലെ നമ്മൾ ഓതി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചം വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആ രൂപത്തിൽ ഓതണമെന്നും, അല്ലെങ്കിൽ അതിന്റെ സമയം അത് കൃത്യമായി ഉറപ്പുവരുത്തണം എന്നതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒരാൾ അങ്ങേയറ്റം വൈകിപ്പിക്കുക, കാരണം ഉദയം ഇത്രയാണ് എന്ന് വിചാരിച്ച ആ അവസാന സമയത്തേക്ക് വൈകിപ്പിക്കുക എന്നുള്ളത് അത് മൻഹിയാണ്, അത് പാടില്ല, അത് സുന്നത്തിനെതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ രൂപത്തിൽ നിസ്കരിച്ചിട്ടില്ല, അത് പ്രത്യേകം
മനസ്സിലാക്കുക. ഇതാണ് ഈ ഒന്നാമത്തെ ഹദീസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. രണ്ടാമത്തെ ഹദീസ് അൻ അബിൽ മിൻഹാൽ സയ്യാർ ബിൻ സലാമ ഖാൽ ദഖൽതു അന വഅബി അലാ അബി ബർസ അൽ-അസ്ലമി. അബുൽ മിൻഹാൽ സയ്യാർ ബിൻ സലാം അദ്ദേഹം പറയുകയാണ്, ഞാനും എന്റെ ഉപ്പയും അബൂ ബർസ അൽ-അസ്ലമിയുടെ അടുക്കലേക്ക് പ്രവേശിച്ചു. അതൊരു കാര്യം ചോദിക്കുന്നതിന് വേണ്ടിയാണ്. ഫഖാല ലഹു അബി, അപ്പോൾ എന്റെ ഉപ്പ ആ വ്യക്തിയോട് ചോദിച്ചു, അഥവാ അബൂ ബർസ അൽ-അസ്ലമി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, കൈഫ കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി അൽ മക്തൂബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് മക്തൂബ നിർബന്ധ നിസ്കാരങ്ങൾക്കാണ് മക്തൂബ എന്ന് പറയുന്നത്. അത് മഫ്റൂള എന്ന വാക്കാണ് ഇത് പറയുന്നത്. കതബ എന്ന് പറഞ്ഞാൽ ഫറള, നിർബന്ധമാക്കിയെന്ന അർത്ഥമുണ്ട്. അപ്പൊ എങ്ങനെയാണ് നിർബന്ധ നിസ്കാരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചത് എന്നാണ്. അപ്പോൾ ആ വ്യക്തി പറഞ്ഞു, കാന യുസല്ലി അൽ ഹജീറു അല്ലതി തദ്ഊനഹ അൽ ഊല ഹീന തദ്ഹലു ശംസ്. ഒന്നാമതായി പറഞ്ഞ ലുഹർ നിസ്കാരമാണ്. കാന യുസല്ലി അൽ ഹജീർ, ഹജീർ എന്ന് പറഞ്ഞാൽ ആ ഒരു സമയമാണ്, ഇഷ്തദ്ദൽ ഹർ, നല്ല ചൂട് കൂടുന്ന സമയം. അപ്പൊ ആ സമയത്താണ് ഇത് നിസ്കരിച്ചിരുന്നത്, ലുഹർ നിസ്കരിച്ചത്. അതിനെക്കുറിച്ച് അല്ലതി തദ്ഊനഹ അൽ ഊല, നിങ്ങൾ ഒന്നാമത്തത് എന്നാണല്ലോ അതിനെ പറയല്. ലുഹറിനെ ഒന്നാമത്തത് എന്നാണ് നിങ്ങൾ പറയാറുള്ളത്. അതിനെ എപ്പോഴാണ് നിസ്കരിച്ചത്? ഹീന തദ്ഹലു ശംസ്, സൂര്യൻ തദ്ഹല എന്ന് പറഞ്ഞാൽ അത് നേരെ മുകളിൽ നിന്നും, അഥവാ നമ്മുടെ നേരെ മുകളിൽ നിന്നും പടിഞ്ഞാറേക്ക് തെറ്റുന്ന ആ ഒരു ചെരിയലിനാണ് തദ്ഹൽ എന്ന് പറയുന്നത്. ദഹല യദ്ഹലു എന്ന് പറയുന്നത് ആ ഒരു പ്രയോഗമാണ്. അഥവാ അങ്ങനെ തെറ്റുന്ന സമയത്താണ് ലുഹർ നിസ്കരിച്ചത്. വയുസല്ലി അൽ അസറ, അസർ എപ്പോഴാണ് നിസ്കരിച്ചത്? സുമ്മ യർജിഉ അഹദുന ഇലാ റഹ്ലിഹി ഫി അഖ്സൽ മദീനതി വശംസു ഹയ്യ. അസർ നിസ്കരിച്ചിട്ട് ഒരാള് തന്റെ മദീനയുടെ അങ്ങേയറ്റത്തുള്ള ഒരു വീട്ടിലേക്ക് ഒരാൾ പോയാലും വശംസു ഹയ്യ, അതായത് നല്ല വെളിച്ചത്തോടു കൂടി തന്നെ സൂര്യൻ ഉണ്ടാകും. അഥവാ നമ്മൾ കഴിഞ്ഞ ഹദീസിൽ മനസ്സിലാക്കിയതുപോലെ നല്ല പ്രകാശമുള്ള ആദ്യ വക്തിൽ തന്നെയാണ് അസർ നിസ്കരിച്ചത്. അദ്ദേഹം പറയുന്നു, വനസീതു മാ ഖാല ഫിൽ മഗ്രിബ്, അതും അദ്ദേഹം അത് വ്യക്തമായി പറഞ്ഞു. മഗ്രിബിന്റെ വിഷയത്തിൽ എനിക്ക് പറഞ്ഞത് മറന്നുപോയി. അദ്ദേഹം എന്തെങ്കിലും ഒപ്പിച്ച് പറഞ്ഞിട്ടില്ല. അത് അറിവില്ലാത്ത വിഷയം അദ്ദേഹം ഒന്നും പറയാൻ നിന്നിട്ടില്ല. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഓർമ്മ ഉണ്ടാവും, പക്ഷെ അദ്ദേഹം അത് വ്യക്തമാകാത്തതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വനസീതു മാ ഖാല ഫിൽ മഗ്രിബ്, മഗ്രിബിന്റെ വിഷയത്തിൽ പറഞ്ഞത് അത് ഞാൻ മറന്നിട്ടുണ്ട്. മഗ്രിബിന്റെ വിഷയം നമ്മൾ നേരത്തെ ഹദീസിൽ മനസ്സിലാക്കിയതുമാണ്. എന്നിട്ട് പറഞ്ഞു, വകാന യുസ്തഹബ്ബു അൻ യുഅഖിറ മിനൽ ഇശാഇ അല്ലതി തദ്ഊനഹ അൽ അതമ, അവിടുന്ന് നിങ്ങൾ അത്തമ എന്ന് വിളിക്കുന്ന അഥവാ ഇശാ നിസ്കാരത്തെ അത് വൈകിപ്പിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, വകാന യക്റഹു നൗമ ഖബ്ലഹ, ഇശാക്ക് മുമ്പ് ഉറങ്ങുക എന്നത് അവിടുന്ന് വെറുത്തിരുന്നു. വൽ ഹദീസു ബഅദഹ, ഇശാക്ക് ശേഷം സംസാരിച്ചിരിക്കുക എന്നതും വെറുത്തിരുന്നു. വകാന യൻഫത്തുലു മിൻ സ്വലാത്തിൽ ഗദാതി ഹീന യഅരിഫു റജുല ജലീസഹു, നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞ സുബഹി അത് അവിടുന്ന് പിന്തിരിഞ്ഞത്, അഥവാ വകാന യൻഫത്തുലു മിൻ സ്വലാത്തിൽ ഗദാത്, സുബഹി നിസ്കാരത്തിൽ നിന്നും അവിടുന്ന് പിരിഞ്ഞത് ഹീന യഅരിഫു റജുലു ജലീസഹു, ഒരാൾ തന്റെ കൂടെയുള്ള ഒരാളെ തിരിച്ചറിയുന്ന ആ ഒരു സമയത്താണ്. വകാന യഖറഉ ബി60 ഇലൽ 100, അവിടുന്ന് 60 മുതൽ 100 വരെ ആയത്തുകൾ ഓതാറുമുണ്ടായിരുന്നു എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഈ ഹദീസിൽ വന്ന പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് എപ്പോഴും തന്നെ ഈ 5 നേരത്തെ നിസ്കാരത്തിന്റെ സമയം അത് നിർണ്ണയിക്കാൻ അത് കൃത്യമായി നമുക്ക് അറിഞ്ഞിരിക്കണം. എപ്പോഴാണ് സ്വലാത്തുൽ ഫജ്ർ, എപ്പോഴാണ് സ്വലാത്തുൽ ളുഹർ, അസർ, മഗ്രിബ്, ഇശ എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒരു കാലത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തെത്തിയാൽ നമുക്ക് അവിടെ സമയം നോക്കാൻ ഒന്നുമില്ല, നമുക്ക് നിസ്കരിക്കേണ്ട ഒരു ആവശ്യം വന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ എങ്ങനെ നിസ്കരിക്കും അത് നമുക്ക് അറിഞ്ഞിരിക്കണം. സ്വലാത്തുൽ ഫജ്ർ എന്ന് പറയുന്നതിന്റെ സമയം മിൻ തുലൂഇൽ ഫജ്രി സാദിഖ് ഇലാ തുലൂഇശ് ശംസ്. ഫജ്ർ 2 രൂപത്തിലുണ്ട്. ഒന്ന് ഫജ്റുൽ കാദിബ് ഉണ്ട്, അത് നമ്മുടെ സുബഹിയുടെ സമയം. നമ്മുടെ സുബഹിയുടെ സമയം 5:30 5:29. അപ്പൊ അതിന്റെ ഏകദേശം 1 മണിക്കൂറോ അല്ലെങ്കിൽ അങ്ങനെ മുമ്പുണ്ടാവുന്ന ഒരു പ്രകാശമുണ്ട്. അത് എല്ലായിടത്തൊന്നും കാണുകയില്ല, നല്ല വെളിച്ചമുള്ള സ്ഥലത്തൊന്നും അത് കാണുകയില്ല. അതിങ്ങനെ പരന്നു കിടക്കുന്ന ഒരു വെളിച്ചം ആകാശത്ത് നമുക്ക് കാണാം. അതങ്ങനെ തുറസായിട്ടുള്ള മരുഭൂമിയിലുള്ള മറ്റു വെളിച്ചങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് കാണാൻ പറ്റും. അതിന് ഫജ്റു അൽ കാദിബ് എന്നാണ് പറയുക. ആ സമയത്ത് സുബഹി ആരംഭിക്കുകയില്ല. പിന്നീട് ഫജ്റു സാദിഖ് ഉണ്ട്, ആ സമയത്താണ് സുബഹി ആരംഭിക്കുന്നത്. അതും നമുക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കാണാൻ പ്രയാസമാണ്, മറ്റു വെളിച്ചങ്ങളും മറ്റുമൊക്കെയുള്ള സ്ഥലത്ത് കാണാൻ പ്രയാസമാണ്. അതല്ലാത്ത ഗ്രാമങ്ങളിലോ മറ്റോ ഒക്കെ അത് കാണാൻ പറ്റും എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സമയത്താണ് സുബഹി ആരംഭിക്കുന്നത്. ഇലാ തുലൂഇശ് ശംസ്, സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള സമയം അത് സുബഹിയുടെ സമയമാണ്. എപ്പോഴാണ് സ്വലാത്തുൽ ളുഹർ? സ്വലാത്തുൽ ളുഹർ സൂര്യൻ ഉദിച്ച് പിന്നീട് പൊന്തി അത് നേരെ ഏറ്റവും അത് നല്ല ഉന്നതിയിലെത്തി, അഥവാ ആകാശത്തിന്റെ ഏറ്റവും നടുവിലെത്തി പിന്നീട് അവിടുന്ന് പടിഞ്ഞാറേക്ക് തെറ്റുന്ന സമയത്താണ് സൂര്യൻ ളുഹറിന്റെ സമയം ആരംഭിക്കുന്നത്. അതിന്റെ അവസാന സമയം എന്ന് പറയുന്നത് വയൻതഹി വഖ്തുഹ ഇൻദമാ യകൂനു ളില്ലു കുല്ലി ഷൈഇൻ മിസ്ലഹു, ഒരു അടയാളം നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അതേ അളവിലേക്ക് ഓരോ വസ്തുവും എത്തുന്ന സമയത്ത് അതിന്റെ സമയമാകും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1 മീറ്റർ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ 1 മീറ്റർ നേല് വരുന്നത് വരെ. അപ്പൊ ആദ്യം സൂര്യൻ നേരെ ഉണ്ടാകുന്ന സമയത്ത്
ഒന്നും ഉണ്ടാവുകയില്ല എന്നാണ്. ഒന്നും ഉണ്ടാവുകയില്ല, അഥവാ അത് കൃത്യമായിട്ട് അതിന്റെ ആ പോയിന്റിൽ നിൽക്കും. അത് ചില നാടുകളിലൊക്കെ അങ്ങനെ അതിന്റെ ഒരു ചെറിയൊരു ഡയറക്ഷൻ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ചെറിയൊരു നീളം ഉണ്ടാകും എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. അതല്ല എങ്കിൽ പൊതുവെ ഒന്നും ഉണ്ടാവുകയില്ല. പിന്നീട് സൂര്യൻ പടിഞ്ഞാറേക്ക് പോകുമ്പോൾ അതിന്റെ എതിർവശത്തേക്ക് അഥവാ കിഴക്ക് ഭാഗത്തേക്ക് അതിന്റെ നേലിങ്ങനെ രൂപപ്പെട്ടുകൊണ്ടേയിരിക്കും. ആ നേലങ്ങനെ കൂടി 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 ഇത് 1 മീറ്ററുള്ള വടിയാണെങ്കിൽ 1 മീറ്റർ എത്തിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക അവിടെ നമുക്ക് അസറിന്റെ സമയം ആയി കഴിഞ്ഞു എന്ന് മനസ്സിലാക്കുക. ഇതാണ് ളുഹറിന്റെ ആരംഭവും അവസാനം. ഇനി അസറിന്റെ ആരംഭം എന്ന് പറയുന്നത് ഈ ളുഹറിന്റെ അവസാനത്തിലാണ്. ഈ വസ്തു 1 മീറ്റർ നീളമായി അസറിന്റെ ആരംഭമായി. ഇത് അസർ നിസ്കരിക്കേണ്ട സമയം അത് പണ്ഡിതന്മാർ 3ആയി വേർതിരിച്ചിട്ടുണ്ട്. ചില ആളുകൾ 2ആയി വേർതിരിച്ചിട്ടുണ്ട്. ഒന്ന് അതിന്റെ വക്തു ജായിസ് ആയിട്ടുള്ളൊരു വക്ത്, നമുക്ക് നിസ്കരിക്കാൻ ഏത് വേണമെങ്കിൽ തെരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒരു വക്ത്. 2 നമുക്ക് കറാഹത്തുള്ളൊരു വക്ത്. 3 അതൊരു ഹറാമായിട്ടുള്ള ഒരു വക്ത്. അങ്ങനെ 3ആയി വേർതിരിച്ചിട്ടുണ്ട്. ജായിസ് ആയിട്ടുള്ള വക്ത് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ളുഹറിന്റെ അവസാനം മുതൽ ആ നിയൽ അതിന്റെ 2 ഇരട്ടിയാകുന്നത് വരെയുള്ള സമയമാണ്. അഥവാ നേര് പിന്നെയും 1 മീറ്ററിൽ നിന്നും അത് 1.5 അങ്ങനെ 2 മീറ്റർ വരെയൊക്കെ ആകും. അപ്പൊ ആ സമയം വരെയുള്ള സമയം നമുക്ക് എന്ത് ചെയ്യാം, അസറിന്റെ സമയമായി തെരഞ്ഞെടുക്കാം. ഒരാൾക്ക് ഒരു മസ്ജിദിലോ അല്ലെങ്കിൽ ഒരാൾക്കോ വീട്ടിലോ ഒക്കെ നിസ്കരിക്കുന്ന സമയത്ത് അത് തെരഞ്ഞെടുക്കാം. അതിലേത് സമയം തെരഞ്ഞെടുത്താലും അത് അനുവദനീയമാണ്. എന്നാൽ അഫ്ളൽ ആദ്യ വക്തിലാണ് എന്ന് നമ്മൾ മറ്റു ഹദീസിൽ മനസ്സിലാക്കി. ഇനി രണ്ടാമത്തെ വക്ത് എന്ന് പറഞ്ഞാൽ അതിൽ നിന്നും പിന്നീട് സൂര്യൻ ഒരു മഞ്ഞ നിറം പൂണ്ടുവരുന്ന ഒരു സമയമുണ്ടാകും. ആ ഒരു സമയത്തിൽ നിന്നും മഞ്ഞ നിറം പൂണ്ടുവരുന്ന ഒരു സമയമുണ്ടാകും. ഇസ്ഫിറാറു ഷംസ്. അത് ഉണ്ടാകുന്ന സമയത്ത് അത് കറാഹത്താണ്. ഒരാളങ്ങനെ തെരഞ്ഞെടുക്കാൻ പാടില്ല, കറാഹത്താണ് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. പിന്നീട് തഹരീമായ ഹറാമായ സമയം എന്ന് പറഞ്ഞാൽ സൂര്യൻ അസ്തമിക്കാൻ നേരത്ത് നല്ല കടുത്ത ചുവപ്പായി നമ്മളിപ്പോ കടപ്പുറത്തൊക്കെ കാണുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഒരാൾ തെരഞ്ഞെടുക്കുക എന്നുള്ളത് ഹറാമാണ്, അത് പാടില്ല. ആ സമയത്ത് പൊതുവെ നിസ്കാരം പാടില്ല. അപ്പൊ അത് വക്തുൽ ദറൂറയായിട്ടാണ് പണ്ഡിതന്മാർ പറയുന്നത്. അത് ഒരാൾ എങ്ങനെയെങ്കിലൊക്കെ സമയത്തിൽ പെട്ടുപോയി, എന്തെങ്കിലുമൊക്കെ തിരക്കിൽ പെട്ടുപോയി അങ്ങനെ കുടുങ്ങിയാൽ നിസ്കരിക്കേണ്ട ഒരു സമയമാണ്, ഒരിക്കലും തെരഞ്ഞെടുക്കേണ്ട ഒരു സമയമല്ല അത്. ഇതാണ് അസറിന്റെ സമയമായി പറയാനുള്ളത്. മഗ്രിബിന്റെ സമയം നമുക്കറിയാം, സൂര്യൻ അസ്തമിച്ചത് മുതൽ ആകാശത്ത് പിന്നീട് അതിന്റെ ചുവന്ന ശോഭകൾ ബാക്കിയാകും, അസ്തമയ ശോഭ ബാക്കിയാകും, അത് മാഞ്ഞു പോകുന്ന വരെയുള്ള സമയം, അതാണ് മഗ്രിബിന്റെ സമയം. ഇശാഇന്റെ സമയം അത് പറയപ്പെടുന്നത് ആ അസ്തമയ ശോഭ മാഞ്ഞത് മുതൽ ഇശാഇന്റെ സമയം ആരംഭിച്ചു, എന്നിട്ട് ഇലാ നിസ്ഫിൽ ലൈൽ, രാത്രിയുടെ പകുതി വരെ എന്നാണ്. അപ്പൊ രാത്രിയുടെ പകുതി വരെയുള്ള സമയമാണ് അതിന്റെ ആദ്യ സമയം, അഥവാ നമുക്ക് തെരഞ്ഞെടുക്കേണ്ട സമയം. അതിൽ തന്നെ ഏറ്റവും അങ്ങോട്ടേക്ക് പിന്തിപ്പിക്കുക, അങ്ങോട്ടേക്ക് ആ പകുതിയിലേക്ക് പിന്തിപ്പിക്കുക, അതാണ് അഫ്ളലായിട്ടുള്ളത്. അതാണ് നേരത്തെ പറയാം, അതിന്റെ ഒരു ഹദീസിന് വരുന്നുണ്ട്, ഇൻഷാ അല്ലാഹ് അവിടെ നമുക്ക് പറയാം. അതാണ് അഫ്ളലായിട്ടുള്ളത്. ഇനിയോ അതൊരാൾക്ക് പറ്റിയിട്ടില്ല, ആ ഒരു സമയത്ത് തെരഞ്ഞെടുക്കാൻ പറ്റിയിട്ടില്ല, എന്തെങ്കിലും തിരക്കോ മറ്റോ ഒക്കെ ഉണ്ടായാൽ അതിന്റെ ഒരു ദറൂറത്തായ വക്തു ദറൂറയായിട്ട് പണ്ഡിതന്മാർ പറയുന്നത് സുബഹി വരെയുള്ള സമയമാണ്. അതല്ലാതെ സുബഹി വരെ നിരുപാധികം അതിന്റെ സമയമാണ് എന്ന് ധരിക്കാൻ പാടില്ല. അത് ദറൂറത്തിൽ നമുക്ക് ആ സമയത്ത് നിസ്കരിക്കാൻ പറ്റാതെ വന്നാൽ പിന്തിപ്പിക്കേണ്ട ഒരു സമയം മാത്രമാണ്. അതല്ലാതെ കിടന്നുറങ്ങി എഴുന്നേറ്റ് സുബഹിക്ക് മുമ്പ് എഴുന്നേറ്റ് അസർ ഇശാ നിസ്കരിച്ചാൽ അത് ശരിയാവുകയില്ല. അത് വക്തിൽ നിന്നും മനഃപൂർവ്വം തെറ്റിക്കുന്ന വൻ പാപത്തിലാണ് പെടുക എന്ന് മനസ്സിലാക്കുക. ഇനി ഹദീസിൽ നോക്കാം. ഈ ഹദീസിൽ ആദ്യം ഇവർ ചോദിക്കുന്നത് കൈഫ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി അൽ മക്തൂബാണ്. ഇവിടെ കൈഫ എന്നാണ് ചോദിച്ചത്. കൈഫ എന്ന് പറഞ്ഞാൽ പൊതുവെ എങ്ങനെയെന്നാണ് അർത്ഥം. നമ്മൾ എങ്ങനെയാണ് നിസ്കരിച്ചത്, എങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ചോദിക്കും. പക്ഷെ ഇവർ എങ്ങനെയെന്നുള്ളതിന്റെ അർത്ഥമല്ല ഇവർ പറഞ്ഞത്, ഇവർ സമയമാണ് പറഞ്ഞത്. അതിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നു കൈഫ എന്നുള്ളതിന് അത് ഇങ്ങനെ സമയത്തിനെ കുറിച്ച് ചോദിക്കുന്നതിനും എപ്പോൾ എന്നുള്ള അർത്ഥത്തിലും വരാറുണ്ട്, മത്ത എന്നുള്ള അർത്ഥവും കൈഫക്ക് വരാറുണ്ട് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. മത്ത എന്നുള്ള അർത്ഥത്തിൽ, എപ്പോൾ എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പ്രയോഗിച്ചത്. അത് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു കാന യുസല്ലി അൽ ഹജീർ. ഹജീർ അഥവാ ളുഹർ നിസ്കാരം, അത് ഹജീർ എന്ന് പറയാനുള്ള കാരണം അത് വക്തുൽ ഹാജിറ അഥവാ വക്തു ഷംസി ഇഷ്തിദാദുൽ ഹർ, ചൂട് കഠിനമാകുന്ന സമയം എന്ന അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് ളുഹറിന് തന്നെ ഹജീർ എന്നുള്ള പേര് പറയപ്പെട്ടത്. അത് ആ ഒരു സമയത്താണ് നിസ്കരിക്കുക. അഥവാ അല്ലത്തി തദ്ഊനഹ അലൂല ഹീന തദ്ഹലു ശംസ്, സൂര്യൻ പടിഞ്ഞാറേക്കൊന്ന് ചെരിയുന്ന സമയത്ത് എന്നാണ്. ഇവിടെ തദ്ഊനഹ അൽ ഊല എന്നാണ് പറയുന്നത്, നിങ്ങൾ ഒന്നാമത് എന്ന് പറയുന്നതാണ്. അപ്പൊ അതിൽ നിന്നും പണ്ഡിതന്മാർ പറയുന്നു ഒന്നാമത്തെ നിസ്കാരം ഏതാണെന്ന് ചോദിച്ചാൽ അത് സുബഹിയല്ല, അത് ളുഹറാണ്. ളുഹറാണ് ഒന്നാമത്തെ നിസ്കാരം എന്ന് പറയുന്നത്. കാരണം ഇതിൽ നിങ്ങൾ ഒന്ന് എന്ന് പറയുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞു. അതുപോലെ തന്നെ അതല്ലാത്ത ഹദീസുകളിലൊക്കെ നിസ്കാരത്തിന്റെ സമയം വിവരിക്കുന്ന സമയത്ത് അവർ ആദ്യം ളുഹറിന്റെ സമയം കൊണ്ടാണ് ആരംഭിക്കുന്നത്. അതുപോലെ ജിബ്രീൽ അലൈഹിസ്സലാം നിസ്കാരം നിർബന്ധമാക്കിയതിനു ശേഷം ആകാശത്തു നിന്നും ഇറങ്ങി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഓരോ വക്തും അതിന്റെ ആദ്യ സമയത്തും അവസാന സമയത്തും ഇമാമായി നിന്ന് നിസ്കരിച്ച് ആ സമയം പറഞ്ഞു കൊടുക്കുകയുണ്ടായി.
സ്വല്ലി ബൈനഹുമ, ഇതിന്റെ ഇടയിൽ നിസ്കരിക്കുക. ളുഹറിന്റെ ആദ്യത്തെ ഒരു തവണ വന്നു, രണ്ടാമത്തെ ദിവസം അതിന്റെ അവസാന സമയത്ത് വന്നു. അസറിന്റെ ഒരു ദിവസം ആദ്യ സമയത്ത് വന്നു, രണ്ടാമത് അതിന്റെ അവസാന സമയത്ത് വന്നു. അങ്ങനെ ഓരോ നിസ്കാരത്തിനും വന്നു നിസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു സ്വല്ലി ബൈനഹുമ, ഇതിന്റെ ഇടയിലാണ് നിസ്കരിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം വന്നത് ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നിസ്കരിച്ചത് അത് ളുഹർ നിസ്കാരമാണ്. പണ്ഡിതന്മാർ പറയുന്നു ഒന്നാമത്തെ നിസ്കാരം അത് ളുഹറാണ് എന്നാണ്. എന്താണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നതിൽ ഒന്നാമത്തെ നിസ്കാരം ളുഹറാണെന്ന് മനസ്സിലാക്കുന്നതിൽ ഫായിദ എന്താണ്? കാരണം ഫജ്ർ ഒന്നാമത്തെ നിസ്കാരമല്ല. കാരണം ഫജ്ർ അഥവാ പകൽ ആരംഭിക്കുന്നത് അത് തുലൂഉൽ ഫജ്റോട് കൂടിയല്ല, അഥവാ ഫജ്റിന്റെ ആ സമയമാകുന്നതോടുകൂടി പകലിലേക്ക് പ്രവേശിക്കുന്നില്ല. പകൽ ആരംഭിക്കുന്നത് തുലൂഉ ശംസോട് കൂടിയാണ്, സൂര്യൻ ഉദിക്കുന്നതോട് കൂടിയാണ്. അതുകൊണ്ടാണ് അതിനുശേഷം വരുന്ന ആദ്യ നിസ്കാരത്തിന് അൽ ഊല, ഒന്നാമത്തത് എന്ന് പറഞ്ഞത്. ഇതിൽ നിന്നുള്ള ഫായിദ എന്താണെന്ന് വെച്ചാൽ ചില ഹദീസുകൾ രാവിലെ ചെയ്യേണ്ട ചില കാര്യമുണ്ട്. ഇപ്പൊ ജുമുഅ ദിവസത്തിൽ മൻ ഇഗ്തസല യൗമൽ ജുമുഅ, ആരെങ്കിലും വെള്ളിയാഴ്ച ദിവസം കുളിച്ചു. അപ്പൊ യൗമുൽ ജുമുഅ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച പകൽ എന്ന് പറഞ്ഞാൽ അത് ആരംഭിക്കുന്നത് തുലൂഉ ശംസോട് കൂടിയാണ്. അപ്പോൾ മസ്ജിദിലേക്ക് നേരത്തെ വരേണ്ട ആളുകൾക്ക് ആ കുളിക്കുന്നതിന്റെ ഫضل കിട്ടണമെങ്കിൽ അവർ സൂര്യൻ ഉദിച്ചതിന് ശേഷം കുളിക്കണം, എന്നിട്ട് വരണം. അതല്ലാതെ സുബഹിക്കുള്ള കുളി അത് ശരിയാവുകയില്ല. അതിന്റെ മുസ്തഹബായ ആ ഒരു കുളി അത് മതിയാവുകയില്ല. സൂര്യൻ ഉദിച്ചതിന് ശേഷം കുളിക്കണമെന്നാണ്. അപ്പൊ അങ്ങനെ ചില മസ്അലകളിലൊക്കെ പകല് കണക്കാക്കുന്ന ചില മസ്അലകളുണ്ട്. അപ്പൊ അതിൽ മനസ്സിലാക്കാൻ പറ്റും, അഥവാ പകൽ ആരംഭിക്കുന്നത് തുലൂഉ ശംസോട് കൂടിയാണ്, സൂര്യൻ ഉദിക്കുന്നതോട് കൂടിയാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റും. അതാണ് അദ്ദേഹം ളുഹറിന്റെ കാര്യവുമായി പറഞ്ഞത്. പിന്നീട് അസറിന്റെ കാര്യം പറഞ്ഞു. വയുസല്ലി അസർ നിസ്കരിക്കും. സുമ്മ യർജിഉ അഹദുനാ ഇലാ റഹ്ലിഹി ഫി അഖ്സൽ മദീനതി വശംസു ഹയ്യ, മദീനയുടെ അങ്ങേ അറ്റത്തുള്ള നമ്മുടെ വീടുകളിലേക്ക് നമ്മൾ മടങ്ങിയാലും സൂര്യൻ നല്ല ഹയ്യത്തായിട്ട്, അഥവാ നല്ല വെളിച്ചത്തോടു കൂടി തന്നെ, പ്രകാശത്തോടു കൂടി തന്നെ അതവിടെ നിലനിൽക്കുന്നുണ്ടാകും. അപ്പൊ ആദ്യ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസർ നിസ്കരിച്ചതു എന്നാണ് ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മഗ്രിബിന്റെ നാം പറഞ്ഞതുപോലെ അദ്ദേഹം മറന്നുപോയി എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഇശായുടെ സമയം പറഞ്ഞു. വകാന യുസ്തഹബ്ബു അൻ യുഅഖിറ മിനൽ ഇശാഇ അല്ലതി തദ്ഉനഹ അൽഅതമ, നിങ്ങൾ അത്തമ എന്ന് വിളിക്കുന്ന ഇശാ നിസ്കാരം അത് വൈകിപ്പിക്കാനാണ് അവിടുന്ന് ഇഷ്ടപ്പെട്ടത് എന്നാണ്. ഇവിടെ യഥാർത്ഥത്തിൽ അത്തമ എന്ന് വിളിക്കുന്നതിന് അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ല, മറ്റു ചില ഹദീസുകളിൽ കാണാൻ സാധിക്കും അത്തമ എന്ന് ഇശാഇനെ നിസ്കാരത്തെ വിളിക്കുന്നത് അറാബികൾ വിളിക്കുന്നതായിരുന്നു. അതങ്ങനെ വിളിക്കരുത്, നിങ്ങൾ ഇശാ എന്ന് തന്നെ പറയണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇശാ നിസ്കാരം വൈകിപ്പിക്കുന്നതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടത് എന്നാണ്. വകാന യക്റഹു നൗമ ഖബ്ലഹ, അതിനു മുമ്പ് ഉറങ്ങുന്നത് അത് വെറുത്തിരുന്നു. വൽ ഹദീസു ബഅദഹ, അതിനുശേഷം ഉറങ്ങുന്നതും അത് അവിടുന്ന് വെറുത്തിരുന്നു എന്നാണ്. അപ്പൊ ഇതിൽ നിന്ന് 3 ഫായിദകൾ പണ്ഡിതന്മാർ പറഞ്ഞു, 3 മസ്അലകൾ മനസ്സിലാക്കണം. ഒന്നാമത്തത് ഇശാ നിസ്കാരത്തിന്റെ ഫضل അത് അവസാനം പിന്തിപ്പിക്കുന്ന സമയത്താണ്. അത് ഒരേ ഒരു നിസ്കാരം മാത്രമേ ഉള്ളൂ പിന്തിപ്പിക്കുന്നതിൽ ഫضലുള്ളത്, അത് ഇശാ നിസ്കാരം മാത്രമാണ്. അത് വർഷം ഉടനീളം അങ്ങനെയാണ്, അതിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. പക്ഷെ എന്തെങ്കിലും മസ്ലഹത്തുണ്ട് എങ്കിൽ, എന്തെങ്കിലും രൂപത്തിലുള്ള മസ്ലഹത്തുണ്ട് എങ്കിൽ അത് നമ്മൾ നേരത്തെ ആക്കണം. അപ്പൊ ജമാഅത്ത് നിസ്കാരമൊക്കെ ആ ഒരു മസ്ലഹത്തിൽപ്പെട്ടതാണ്. കാരണം ആളുകൾക്ക് പല ആവശ്യങ്ങൾ ഉണ്ടാകും, ജോലി തിരക്കുകൾ ഉണ്ടാകും, നേരത്തെ ഉറങ്ങേണ്ടവരുണ്ടാകും. അപ്പൊ ആ സമയത്ത് ഇശാ നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്ന സമയത്ത് അത് നേരത്തെ തന്നെ ആക്കലാണ് നല്ലത് എന്ന് പറഞ്ഞതായി കാണാൻ സാധിക്കും. എന്നാൽ അതല്ല ഒരു യാത്രക്കാർ ഒരുമിച്ച് യാത്ര ചെയ്യുന്ന സമയത്തോ, അതല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ കുറച്ച് ആളുകൾ, അല്ലെങ്കിൽ ഒരു മസ്ജിദിൽ കുറച്ച് ആളുകൾ, അവർ മാത്രമേ ഇശാന് ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അവർക്ക് തീരുമാനിക്കുന്നത് നല്ലത് അത് പിന്തിപ്പിക്കാനാണ്. നേരത്തെ നിസ്കരിക്കുക എന്നുള്ളത് പിന്തിപ്പിക്കുക എന്നുള്ളതാണ് അതിന്റെ അഫ്ളലായിട്ട് ഉള്ളത് എന്ന് കാണാം. രണ്ടാമത്തെ മസ്അല എന്ന് പറയുന്നത് ഇശാ നിസ്കാരത്തിന് മുമ്പ് ഉറങ്ങുക എന്നുള്ളതാണ്. അതിന്റെ കാരണമായി പണ്ഡിതന്മാർ പറയുന്നത്, അങ്ങനെ ഒരാൾ ഇശാക്ക് മുമ്പ് ഉറങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും അയാൾ ഇശാ നിസ്കരിക്കാതെ അങ്ങനെ ഉറക്കത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് അതിനു മുമ്പ് ഉറങ്ങരുത് എന്ന് പറയുന്നത്. അത് ആ ഒരു കാരണം കൊണ്ടാണ്. ഇനി അതല്ല, ഒരാൾക്ക് അങ്ങേയറ്റം ക്ഷീണമോ അല്ലെങ്കിൽ എന്തെങ്കിലും രൂപത്തിൽ പ്രയാസമോ ഒക്കെ ഉണ്ടായാൽ അയാൾക്ക് ഇശാ നിസ്കരിക്കാൻ എഴുന്നേൽക്കും എന്നുള്ളതൊരു ഉറപ്പുമുണ്ടായാൽ അയാൾക്ക് ഉറങ്ങുന്നതിൽ തെറ്റില്ല, ആ സമയത്ത് തെറ്റില്ല. അതല്ല എങ്കിൽ ഉറങ്ങരുത് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഇശാ നിസ്കരിക്കാതെ അയാൾ ചിലപ്പോൾ അർദ്ധരാത്രിക്ക് ശേഷമായിരിക്കും എഴുന്നേൽക്കുക. അപ്പൊ ഇശായുടെ സമയം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇശാ നിസ്കാരത്തിന് ശേഷം സംസാരിച്ചിരിക്കാൻ പാടില്ല. അത് അനാവശ്യമായ സംസാരങ്ങളാണ് പ്രധാനമായും ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഞാൻ നിങ്ങളുമെല്ലാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതിൽ നിന്നും ഒഴിവുള്ളത് ഒന്ന് ഇൽമു പഠിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകൾക്കാണ്. ഇൽമുമായി ബന്ധപ്പെട്ട മസ്ലഹത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുക. അതുപോലെ അതിഥികൾ ഉണ്ടെങ്കിൽ അവരുമായി സംസാരിക്കുക. വീട്ടിൽ അതിഥികൾ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രത്യേകം ഇമാം ബുഖാരി അങ്ങനെ ബാബ് തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്. മുസാമറത്തു റജുലി ലിളൈഫിഹി, ലൈഫിനോട് ഇങ്ങനെ സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട്. അപ്പൊ അത് അനുവദനീയമാണ്. അതുപോലെ ഭാര്യയോട് അനുവദനീയമാണ്. ഈ 3 ഇതിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ളത്. ഒന്ന് മുദാറസത്തുൽ ഇൽമ്, ഇൽമ് ചർച്ച ചെയ്യുക, പഠിച്ച ഇൽമ് പഠിക്കുക, അത് വായിക്കുക, കിതാബ് വായിക്കുക, അല്ലെങ്കിൽ ക്ലാസുകൾ കേൾക്കുക, പരസ്പരം എന്തെങ്കിലും ചർച്ച ചെയ്യുക, ഖുർആൻ മുറാജ ചെയ്യുക. ഇതൊക്കെ ഇശാക്ക് ശേഷവും അനുവദനീയമായ കാര്യമാണ്. അഥവാ അതിനു വേണ്ടിയിട്ടുള്ള സംസാരങ്ങളൊക്കെ അനുവദനീയമാണ്. രണ്ടാമത്തത് അതിഥികൾ വന്നാൽ
അവർക്ക് വേണ്ടിയിട്ടുള്ള, കാരണം അതിഥികൾ നമ്മൾ ആദരിക്കേണ്ടതുണ്ട്. അത് ചില സമയത്ത് വാജിബായിരിക്കും, ചില സമയത്ത് മുസ്തഹബായിരിക്കും. എന്ത് തന്നെ അതിഥികൾ വന്നാൽ ചിലപ്പോൾ 10 മണിക്കായിരിക്കാം, ചിലപ്പോൾ ആ നേരത്തായിരിക്കും. അവരെ നമുക്ക് അതും ചെയ്യണം. അതുപോലെ ഭാര്യയുമായി സംസാരിക്കുന്നതിന് വിലക്കില്ല. ഇതല്ലാത്ത ആളുകൾ കൂടിയിരുന്ന് അനാവശ്യമായി മറ്റു കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളത് അത് കറാഹത്തായിട്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതിലൊരുപാട് കാരണങ്ങൾ, വളരെ വ്യക്തമായ കാര്യങ്ങളാണ്. ഒന്ന്, നേരത്തെ ഉറങ്ങിയാലാണ് നമുക്ക് നേരത്തെ എഴുന്നേൽക്കാൻ പറ്റുകയുള്ളൂ. വൈകി ഒരുപാട് സമയം കഴിഞ്ഞ് ഉറങ്ങിയാൽ നമുക്ക് നേരത്തെ എഴുന്നേൽക്കാൻ കഴിയുകയില്ല. അത് സുബഹിക്കും കഴിയില്ല, ചിലപ്പോൾ അതിന് മുമ്പുള്ള ഖിയാമുൽ ലൈലിനും കഴിയുകയില്ല. അതാണ് ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത്. രണ്ടാമതായി കാരണമായി പറയുന്നത്, നേരത്തെ ഉറങ്ങാത്ത ആളുകൾക്ക് സുബഹി കഴിഞ്ഞ ഉടനെ ഉറങ്ങേണ്ടി വരും. ആ സുബഹി കഴിഞ്ഞ ഉടനെ ഉറങ്ങിയിട്ടില്ലെങ്കിൽ അവർക്ക് ശരിയാവുകയില്ല. അതാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ബൂരിക്കലി ഉമ്മത്തി ഫീ ബുക്കൂരിഹ, എന്റെ ഉമ്മത്തിൽ ബറക്കത്തുള്ളത് അതിന്റെ ആദ്യ സമയത്താണെന്നാണ്, സുബഹിക്ക് ശേഷമുള്ള സമയത്താണ്. അപ്പൊ നല്ല ജോലി തുടങ്ങാനും മറ്റു പല കാര്യങ്ങൾക്കും ആ സമയമാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. അത് ചിലപ്പോൾ നഷ്ടപ്പെടും. കാരണം ലേറ്റ് ആയിട്ട് ഉറങ്ങുന്ന ആളുകൾ പിന്നെ ചെയ്യുക സുബഹി കഴിഞ്ഞിട്ട് ഉറങ്ങാന്നായിരിക്കും അവർ തീരുമാനിക്കുക. അവർക്ക് ആ ഒരു വലിയൊരു ഖൈർ അവർ ജീവിതത്തിൽ നഷ്ടപ്പെടും. അവർ സുബഹി കൃത്യമായി നിസ്കരിച്ചാൽ തന്നെയും ഇങ്ങനെ ഒരു കാര്യം അവർക്ക് നഷ്ടപ്പെടാണ്ട്. ഒന്നുകിൽ അവർക്ക് സുബഹി നഷ്ടപ്പെടും, അതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ളത്. രണ്ടാമത് അവർക്ക് ഖിയാമുൽ ലൈൽ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകും. മൂന്നാമതായിട്ട് അവർക്ക് സുബഹിക്ക് ശേഷമുള്ള ബറക്കത്തുള്ള സമയത്ത് അത് നഷ്ടപ്പെടും. അതുകൊണ്ട് നേരത്തെ ഉറങ്ങാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഈ പറയുന്ന മസ്ലഹത്തുകൾക്ക് വേണ്ടി ഒഴിച്ചു നിർത്തിയാൽ. അടുത്തതായി പറഞ്ഞത് സുബഹിന്റെ കാര്യമാണ്. വക്കാന യൻഫത്തിലു മിൻ സ്വലാത്തിൽ ഗദാത്തി ഹീന യഅരിഫു റജുല ജലീസഹു, അവിടുന്ന് സുബഹി നിസ്കാരത്തിൽ നിന്ന് പിരിഞ്ഞത് തൊട്ടടുത്തുള്ള ആളുകളെ മനസ്സിലാകുന്ന ആ ഒരു സമയത്താണ്. നമ്മൾ വിശദീകരിച്ചതാണ്. പിന്നെ പറഞ്ഞു വക്കാന യഖ്റഉ ബിസിറ്റീന ഇലൽ മിഅ, അവിടുന്ന് 60 മുതൽ 100 വരെ ആയത്തുകൾ പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു 60 മുതൽ 100 എന്ന് പറഞ്ഞ ഏകദേശം ഒരു കണക്ക് പറഞ്ഞതാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? 60 മുതൽ 100 എന്ന് പറയാൻ, ഏകദേശ കണക്കാന്ന് പറയാൻ കാരണം അങ്ങനെ 100 ആയത്തൊക്കെ ഓതുക എന്ന് പറഞ്ഞാൽ അത് അതിന്റെ അർത്ഥം ആക്കുക ഒന്നുകിൽ ബഖറ പകുതി ഓതണം, അല്ലെങ്കിൽ ആലു ഇമ്രാൻ ആ രൂപത്തിൽ പകുതി ഓതണം എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ പറയുന്നത് അവിടുന്ന് ഭൂരിഭാഗം സമയത്തും ഒരു സൂറത്ത് ആരംഭിച്ചാൽ അത് പൂർണ്ണമായി ഓതുമെന്നാണ്. അതാണ് അത്ര സുന്നത്ത്, അതാണ് സുന്നത്ത്. അത് ഏത് നിസ്കാരത്തിനായാലും അതാണ് സുന്നത്ത്. ഇങ്ങനെ വളരെ ചില സമയങ്ങളിൽ മാത്രമാണ് ഒരു സൂറത്തിന്റെ നടുവിൽ നിന്നോ അല്ലെങ്കിൽ അതിന്റെ അവസാന ഭാഗത്തു നിന്നോ ഓതിയതായി വന്നിട്ടുള്ള ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല അദ്ദേഹം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അതിന് തെരഞ്ഞെടുക്കേണ്ടത് സുബഹി നിസ്കാരത്തിനാണ് എങ്കിൽ അതിൽ ഖിസാറുൽ മുഫസ്സല, തുവാലുൽ മുഫസ്സലാണ് തെരഞ്ഞെടുക്കേണ്ടത്. അഥവാ സൂറത്തു ഖാഫ് മുതൽ മുർസലാത്ത് വരെയുള്ളത് അത് ഓതിയാൽ നമുക്കത് പൂർത്തിയാക്കാൻ പറ്റും. ഖാഫ് ഒരാൾക്ക് ഓതാം, അല്ലെങ്കിൽ മുർസലാത്ത് ഓതാം. ആ രൂപത്തിൽ നമുക്ക് ഓതാൻ പറ്റും. അത് പൂർത്തിയാക്കി ഓതുക എന്നുള്ളതാണ് ഫജറിൽ ഏറ്റവും അഫ്ളലായിട്ടുള്ളത്. അതിലിടക്ക് മാറിയ സംഭവങ്ങളുമുണ്ട്. ഇനിയോ ഔസാത്തുകളിൽ നിന്നാണ്, അഥവാ ദുഹ മുതൽ നബ മുതൽ ദുഹ വരെയുള്ള അതാണ് ഔസാത്തുൽ മുഫസ്സൽ എന്ന് പറയുന്നത്. അതാണ് ഒരാൾക്ക് ലുഹറിനും അസറിനും ഇശായിനും സുന്നത്തായിട്ടുള്ളത്. ലുഹറിനും അസറിനും ഇശായിനും സുന്നത്തായിട്ടുള്ളത്. അതിൽ തന്നെ പണ്ഡിതന്മാർ പറയുന്നു അതിൽ ഏറ്റവും കൂടുതൽ ഓതേണ്ടത് ലുഹറിനാണ്, അത് കഴിഞ്ഞാൽ അസറിനാണ്, അത് കഴിഞ്ഞാൽ ഇശായിനാണ്. അപ്പൊ ആ സമയത്ത് പൂർണ്ണമായി ഓരോ സൂറത്തുകൾ ഓതുക, അതാണ് സുന്നത്തായിട്ടുള്ളത്. മഗ്രിബിനാണെങ്കിൽ ഖിസാറുൽ മുഫസ്സൽ, ആ ലുഹ മുതൽ അവസാനം വരെയുള്ള നാസ് വരെയുള്ള സൂറത്തുകൾ, ഇതാണ് മഗ്രിബിന് ഓതേണ്ടത് എന്നാണ് കാണുന്നത്. എന്നാൽ ഇതിന് വിരുദ്ധമായി ചില സമയത്തുകൾ വന്നിട്ടുണ്ട്, ധാരാളമായി വന്നിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്രിബിന് സൂറത്തുൽ അറാഫ് പാരായണം ചെയ്തിട്ട് വലിയ സൂറത്താണ്, അവിടുന്ന് പാരായണം ചെയ്തിട്ടുണ്ട്. അതുപോലെ ചില സമയത്ത് സുബ്ഹിന് ഇദാ സുൽസിലത്തിൽ അർളു സൽസല അത് പാരായണം ചെയ്തിട്ടുണ്ട്. അത് ചില സമയത്താണ്. അതല്ലാത്ത സമയത്ത് ഇതാണ് പൊതു രീതി എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഷെയ്ഖ് അബ്ദുസ്സലാം ശുവൈർ ഹഫളഹുല്ലാ അദ്ദേഹം പറയുകയാണ്, പല അയിമ്മത്തുകളും ഇമാമുമാരും ഈ ഒരു ഫضل അവർ നഷ്ടപ്പെടുന്നുണ്ട്. അവർ ചില സൂറത്തുകളുടെ പകുതിയിൽ നിന്നും അങ്ങനെയൊക്കെ ഓതിയിട്ട് ആ ഒരു ഫضل നഷ്ടപ്പെടുന്നുണ്ട്. അദ്ദേഹം പറയുന്നു ഒരുപക്ഷെ അവർ അവരുടെ ഖിറാഅത്ത് മുറാജ ചെയ്യാനായിരിക്കാം ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നത് അത് അവരുടെ ഖിയാമുൽ ലൈൽ അവർ ചെയ്തു കൊള്ളട്ടെ. ഖിയാമുൽ ലൈൽ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന സമയത്ത് ബഖറയും ആലു ഇമ്രാനും അതുപോലെയുള്ള സൂറത്തുകളൊക്കെ അവർ കുറച്ചായിട്ടോ മറ്റോ ആയിട്ടോ ഒക്കെ ഓതി അവർ മുറാജ ചെയ്യട്ടെ. നിസ്കാരത്തിൽ ഈ പറയുന്ന രൂപത്തിൽ ചെയ്യലാണ് ഏറ്റവും അഫ്ളലായിട്ട്. അതിനെതിരായി ചെയ്താൽ അത് വലിയ തെറ്റാണെന്നോ അല്ലെങ്കിൽ വൻ തെറ്റാ അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷെ അഫ്ളലിയത്ത് ഇതാണ്, ഈ രൂപത്തിൽ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും അഫ്ളലായിട്ടുള്ളത് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാൻ സാധിക്കും. നമുക്ക് കിതാബ് സ്വലയിൽ ഇനിയും ഹദീസുകൾ അഥവാ ഈ ബാബുൽ മവാഖീത്തിൽ തന്നെ ഹദീസുകൾ ബാക്കിയുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ നമുക്കത് വായിച്ചു മനസ്സിലാക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വായിക്കുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാനും അത് ജീവിതത്തിൽ പകർത്താനും തൗഫീഖ് നൽകട്ടെ. വല്ലാഹു അലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.